ഹായ് ഹലോ സിനിമാ പ്രാന്തനിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷെഫ് നളനാണ്. നളൻ ചേട്ടാ, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഭയങ്കര സിനിമാ ഭ്രാന്തൻ. ഞാൻ ബേസിക്കലി ഒരു ഭയങ്കര സിനിമാ ഭ്രാന്തനാണ്, അതേപോലെ കുക്കിംഗ് ഭ്രാന്തനുമാണ്. എന്ത് മാജിക്കാണ് ഫുഡിൽ ആഡ് ചെയ്യുന്നത്? അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലവാണ്. ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ കഞ്ഞിയും ചമ്മന്തിയും. അതിനകത്ത് ഞാൻ നേടിയെടുത്ത എല്ലാം ആത്മബന്ധങ്ങളാണ്. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ ഫുഡ് ബന്ധമാണ്. നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ, നിങ്ങൾക്കൊരു പനി വരുമ്പോൾ, നിങ്ങളൊരു പ്രതിസന്ധിയിൽപ്പെട്ട് നിങ്ങളുടെ വയറ് കോംപ്ലിക്കേറ്റ് ആവും, നിങ്ങൾ കൂടെ നിൽക്കുന്നതാണ് അല്ലേ? അതിനെയാണോ നിങ്ങൾ പുച്ഛിച്ചതാണ്? സന്തോഷം വന്നാലും ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് ഒരുപാട് ടെസ്റ്റ് പഠിച്ചാലും ഞാൻ കുക്ക് ചെയ്യും. മൃഗം എന്തൊരു മൃഗത്തിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഭയങ്കര പുലിയാണല്ലോ, പുലി മൃഗം മണ്ടത്തിലല്ലേ ലഹരി വിരുദ്ധം എന്ന് പറയും. ജോയ് സംബന്ധിച്ചോളം സിനിമ ഒരു ലഹരിയാണ്, അതങ്ങനെ വിരുദ്ധമാണ്. അപ്പോൾ ലഹരി ഈസ് നോട്ട് എ ബാഡ്, വിഷമാണ്. ബേസിക്കലി ഡ്രഗ് ഇസ് എ വിഷം. സോ ഓൾവേസ് ഡിഫറൻഷിയേറ്റ് ഗുഡ് ആൻഡ് ബാഡ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് ആൻഡ് ലിറ്റിൽ ഗുഡ് ഓർ മോർ ഗുഡ്. എൻ്റെ ഒറ്റ ചോദ്യം, താങ്കൾ കുടിക്കുന്നു ഏതെങ്കിലും ചായക്കടയിൽ വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചോദിച്ചു? വാട്ടർ ഈസ് ദ ബേസിക് ഇൻഗ്രീഡിയൻ്റ് ഓഫ് അവർ ലൈഫ്. ഹായ് ഹലോ സിനിമാ പ്രാന്തനിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഷെഫ് നളനാണ്. നളൻ ചേട്ടാ, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. നമസ്കാരം. സോ ഫ്രം ഷൈൻ ടു ഷെഫ് നളൻ, ഈ ഒരു ജേർണി ഇതുവരെയുള്ള ഒരു ലോങ് ജേർണിയാണ്. ഒരുപാട് സ്ട്രഗിൾസിലൂടെയും ഹാപ്പിനെസ്സിലൂടെയും എല്ലാം കടന്നു പോയിട്ട് ഇപ്പം വന്ന് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിനെ എങ്ങനെയായിരിക്കും ചേട്ടൻ നോക്കി കാണുന്നത് ലൈഫിന്? ഇത് ഞാൻ എൻ്റെ മകനെ കോട്ട് ചെയ്യുന്നു. ബിക്കോസ് ഒരു ദിവസം കാറിലിരുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് മോൻ്റെ ഞാൻ പറഞ്ഞതിനെ പഴയ ലൈഫിനെ പറ്റിയും പഴയ ഗ്ലോറിയസ് ടൈമിനെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു ട്വിസ്റ്റ് ഓഫ് സാഡ്നെസ് വന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒറ്റ ഡയലോഗാണ് മകൻ പറഞ്ഞു. അവൻ LLBക്ക് പഠിക്കാം. ദാറ്റ് ഈസ് വൈ യു ആർ ഷെഫ് നളൻ ടുഡേ. കാരണം ആ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായത് കൊണ്ടാവണം ഞാൻ ഇന്ന്. കാരണം ഞാൻ റീവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ പലയിടത്തും ഗെയിം മാറ്റി കളിക്കാറുണ്ട്. കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു, അവിടെ റെൻ്റലായിട്ട് വിടാമായിരുന്നു, അപ്പം ഇൻകം ജനറേറ്റ്. അപ്പം ഒരുപക്ഷെ ഈ പറയുന്ന യൂണിവേഴ്സിൻ്റെ പേർപ്പസ് ഞാൻ ഷെഫ് നളൻ ആവണമെന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഞാൻ ഈ റോളർ കോസ്റ്റർ റൈഡിൽ കയറിയത്. വളരെ ഫീലിംഗ് ഗുഡ്, വെരി നൈസ്. അത് മാത്രമല്ല, ഇന്ന് കേരളത്തിൻ്റെ ഒരു മുഖച്ഛായ, കേരളത്തിൻ്റെ കുലിനറി ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ എത്രത്തോളം ലിഫ്റ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് കേരളത്തിലെ ജനങ്ങളായാലും ശരി, വിദേശ മലയാളികളുടെ ഇടയിലാണെങ്കിലും ശരി, നമ്മളുടെ റെസിപ്പികൾ, നമ്മളുടെ മുത്തശ്ശിയും നമ്മളുടെ അമ്മയും ഒക്കെ ചെയ്ത രുചിക്കൂട്ടുകൾ എന്നും അവർക്കൊരു ഓർമ്മയായി തങ്ങി നിൽക്കണം. പഴയ ജോൺസൺ മാഷിൻ്റെ പാട്ടും മഴയും കട്ടൻചായ എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കണം അല്ലേ ഷെഫ് നളൻ്റെ റെസിപ്പികൾ. അതെ, ഇതൊരു ഹാപ്പിയാണ് ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്റ്റേജ്. നൈസ്. ഹാപ്പിനെസ് ഈസ് ഓൾവേസ് വിത്തിൻ അല്ലേ? നമുക്ക് എപ്പോഴും ഈ ട്രാവൽ ചെയ്ത് പോകുന്നതിനകത്ത് നമുക്ക് ഹാപ്പി ആണെന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ സ്റ്റിൽ മൈൽസ് ടു ഗോ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് പ്രോസസ്. അപ്പം ഇപ്പോൾ കേരള റെസിപ്പീസ് ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കുക്ക് ചെയ്യുമ്പം എൻജോയ് ചെയ്ത് ഒരുപാട് ഹാപ്പിനെസ്സോടെ എല്ലാവർക്കും കൊടുക്കുന്നതും കഴിക്കുന്നതുമായിട്ടുള്ളൊരു ഫുഡ് ചോദിച്ചാൽ ഏതായിരിക്കും? എൻ്റെ ഒരു രണ്ട് ഭ്രാന്തെന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളുടെ ചാനലിൻ്റെ പേര് ഭയങ്കര ഇഷ്ടം, സിനിമാ ഭ്രാന്തൻ. ഞാൻ ബേസിക്കലി ഒരു ഭയങ്കര സിനിമാ ഭ്രാന്തനാണ്, അതേപോലെ കുക്കിംഗ് ഭ്രാന്തനുമാണ്. അപ്പം എനിക്ക് സന്തോഷം വന്നാലും ഞാൻ കുക്ക് ചെയ്യും, എനിക്ക് ഒരുപാട് ടെസ്റ്റ് പഠിച്ചാലും ഞാൻ കുക്ക് ചെയ്യും. സോ എനിക്ക് കുക്ക് ചെയ്യുന്നത് ഒരു ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം അതിനോട് സംസാരിച്ച് അതിനോട് അതിനകത്തുനിന്നൊരു നല്ല ഔട്ട്പുട്ട് എടുത്ത്, ആ ഔട്ട്പുട്ട് ചിലപ്പോൾ മിക്ക ആരെങ്കിലും കൂടെ കാണും, അവർക്ക് കുക്ക് ചെയ്ത് കൊടുത്ത് അപ്പം അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് പുൾ ഔട്ട് ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു ഓണസദ്യ കൊച്ചിയിൽ ചെയ്തു. അപ്പം അതിനകത്ത് ഒരുപാട് സെലിബ്രിറ്റികൾ പങ്കുചേർന്നു, ഒരുപാട് സാധാരണക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊന്നും കഴിച്ചിട്ടില്ലാത്ത ഒന്നും അല്ലല്ലോ ഓണസദ്യ, ആണോ? അല്ല. അപ്പം നിങ്ങൾ ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിനകത്ത് ഒരു മാജിക്ക് കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു ബ്ലെസ്സിങ്. അപ്പോൾ അതങ്ങനെ സംഭവിക്കുന്നു. എന്ത് മാജിക്കാണ് ഫുഡിൽ ആഡ് ചെയ്യുന്നത്? അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലവാണ്. കാരണം ഇപ്പം ഞാനിപ്പം ജോയ്ക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ പോലും അപ്പം ഒന്നെങ്കിലും എനിക്ക് താങ്കളുടെ അമ്മയ്ക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റുമായിരിക്കാം, വളരെ ക്ലിയറാണ്, വേറെ ആർക്കും പറ്റില്ല. അപ്പം അത് ഭയങ്കര ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ മുത്തശ്ശിക്ക് പറ്റുമായിരിക്കും.
കാരണം ശരാശരി ഒരാൾക്ക് തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവിടം വരെ എത്തിയത് ബേസിക്കലി ഒരു ആൽക്കഹോൾ ഫ്രണ്ട്ഷിപ്പിലോ ഇല്ലെങ്കിൽ ഒരു വിമണൈസിങ് ഫ്രണ്ട്ഷിപ്പിലോ ഇല്ലെങ്കിൽ ഞാൻ ഒരു ബേസിക്കലി ജാതിയോ മതമോ അതല്ലാതെ വല്ല സൂപ്പർ സ്റ്റാറുകൾ എൻ്റെ തലയിൽ കൈവച്ചിട്ടോ ഒന്നുമല്ല. ഞാനിവിടം വരെ എത്തിയത് എൻ്റെ കഞ്ഞിയും ചമ്മന്തിയും വെച്ചിട്ടാണ്. അതിനകത്ത് ഞാൻ നേടിയെടുത്തതെല്ലാം ആത്മബന്ധങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അതെൻ്റെ ഫുഡ് ബന്ധമാണ്. അതല്ലാണ്ട് എനിക്ക് വേണ്ടി ആരും അങ്ങനെ തലേ തൊട്ടപ്പനായിട്ട് വന്ന് എന്നെ ഇന്ന ആളിതാണോ, ഇല്ലെ ഇന്ന ഇതിലുള്ളതാണ്, ഇല്ലെ ഇന്ന കാറ്റഗറിയിലുള്ളതാണ്, ഇല്ലെ ഇയാളുടെ അച്ഛൻ സെലിബ്രിറ്റിയാണ്, ഇല്ലെ ഇയാളുടെ അമ്മ പൊളിറ്റീഷ്യനാണ്. നത്തിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് കഞ്ഞിയും ചമ്മന്തിയും ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചമ്മന്തിയെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി ഒരാൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ചമ്മന്തി ഷെഫ്, കഞ്ഞി ഷെഫ്, സോ വാട്ട് അല്ലേ? നമ്മൾ കേരളത്തിൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ നമ്മൾ ശശി എന്ന് പറഞ്ഞാൽ ഒരു തെറിയായി, ബാബു എന്ന് പറഞ്ഞാൽ ഒരു ലോ ക്ലാസ് നെയിമായി, കഞ്ഞി എന്ന് വിളിച്ചാൽ അത് പോടാ കഞ്ഞി. അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു ഒരു വിരോധാഭാസമാണ്. എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. സോ വാട്ട്? ഇപ്പോൾ ഒരു സിനിമയിൽ തന്നെ കഞ്ഞി എടുക്കട്ടെ എന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ ചിരിക്കുക അല്ലേ? എന്താ കഞ്ഞി അത്രയും മോശമാണ്? നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ, നിങ്ങൾക്കൊരു പനി വരുമ്പോൾ, നിങ്ങളൊരു പ്രതിസന്ധിയിൽപ്പെട്ട് നിങ്ങളെ വയറ് കോംപ്ലിക്കേറ്റ് ആണ്, നിങ്ങൾ കൂടെ നിൽക്കുന്ന ആര് അല്ലേ? അതിനെയാണോ നിങ്ങൾ പുച്ഛിച്ച് തള്ളുന്നത്? അപ്പോൾ നിങ്ങൾ അത്രയേ ഉള്ളൂ? എൻ്റെ ചോദ്യമാണ്. അപ്പോൾ ഞാൻ അതിനെയാണ് ഏറ്റവും ഗ്രാൻഡായിട്ട് കാണുന്നത്. അപ്പം നിങ്ങളിപ്പോൾ കഞ്ഞി എന്ന് പറഞ്ഞാലും ചമ്മന്തി പറഞ്ഞാൽ ഐ ഡോണ്ട് കെയർ. അത് നിങ്ങളുടെ മൈൻഡിനകത്തുള്ള സെറ്റല്ലേ. ബട്ട് ഐ എം യുവർ ബെസ്റ്റ് ഫ്രണ്ട് വെൻ ഇറ്റ് കംസ് ടു യുവർ ബാഡ് ടൈംസ് ഓർ അല്ലേ, ഇൽനെസ്, ഹെൽത്ത് ഇഷ്യൂസ്, യു ആർ ഇൻ ട്രബിൾ. അവനെയാണല്ലോ നിങ്ങൾ പൂച്ചിക്കുന്നത്. അത് ഇവിടെ ഇപ്പോൾ പട്ടി എന്ന് വിളിച്ചാൽ തെറിയാണ്, ഇപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? ശരിയല്ലേ? ഇപ്പം മൃഗം എന്തൊരു മൃഗത്തിൻ്റെ സ്വഭാവമാണ് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ജോ ഭയങ്കര പുലിയാണല്ലോ, പുലി മൃഗമല്ലേ അല്ലേ? ഇത്രയും വിരോധാഭാസങ്ങളാണ്. നമുക്ക് അറിവുകളുണ്ടെങ്കിലും നമ്മളെ തിരിച്ചറിവുകൾ എന്ന് പറയുന്നൊരു മാജിക്ക് ഡിഫറെൻ്റ് ആണ്. അപ്പം ഞാൻ അതിലൂടെ സഞ്ചരിക്കുന്നു, അത്ര സിമ്പിൾ. ഇപ്പം ഞാനൊരു കോട്ട് വായിച്ചതായിരുന്നു, ഈ ഫുഡിൻ്റെ കാര്യത്തിൽ ഹെൽത്തി ആൻഡ് അൺഹെൽത്തി എന്നുള്ളതില്ല, ഗുഡ് എന്താ ഹെൽത്തി ആൻഡ് പോയിസൺ എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ പറയാനുള്ള ഒരു കാരണം മണ്ടത്തരമല്ലേ ലഹരി വിരുദ്ധം എന്ന് പറയുന്നത്. ഇപ്പം ജോയ്സ് അമ്മടത്തോളം സിനിമ ഒരു ലഹരിയാണ്, അതങ്ങനെ വിരുദ്ധമാണ്. അപ്പം ലഹരി ഈസ് നോട്ട് എ ബാഡ് ടേം. വിഷമാണ് ബേസിക്കലി. ഡ്രഗ് ഇസ് എ വിഷം അല്ലേ? സോ വിഷരഹിത ഇന്ത്യ ഉണ്ടാവണം, വിഷരഹിത. അപ്പോൾ കോൺക്രീറ്റ് കഴിക്കാനേ പാടില്ല. ലഹരിക്കും രണ്ട് ചിന്ത ഉണ്ടാവില്ലേ അല്ലേ? അപ്പോൾ ഫുഡും അതേപോലല്ലേ, ഹെൽത്തി ഫുഡും അൺഹെൽത്തി ഫുഡും. അൺഹെൽത്തി എങ്ങനെയാണ് ഫുഡാവുന്നത്? ഞാൻ ജോയിൽ പറയാം, ജോ ഈ ഇത് കഴിച്ചോളൂ, ഇത് ഭയങ്കര അൺഹെൽത്തിയാണ്, കഴിച്ചോളൂ, കഴിക്കൂ ഇല്ല. അപ്പം എന്തിനാണ് ഇങ്ങനെയുള്ള റോങ് മൈൻഡ് സെറ്റ്? ഇവിടെ പഠിച്ച് മണ്ടനായി എന്ന് പറയുന്ന പോലെ നമ്മൾ എഡ്യൂക്കേഷൻ എന്താണ്? എഡ്യൂക്കേഷൻ ഷുഡ് ബി എ ലിബറേഷൻ, നോട്ട് ടു അറസ്റ്റ് യുവർ സ്കിൽസ് അല്ലേ? ഇവിടെ ആർക്കാണ് ലിബറേഷൻ കിട്ടുന്നത്? സ്കൂളിൽ വിട്ട് മണ്ടനായി. അപ്പോൾ നമ്മളുടെ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളുടെ തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ ജോ ആയിട്ട് ചിന്തിക്കുമ്പം ഞാൻ ആദ്യം മനസ്സിലാക്കണം, ഞാൻ ജോ അല്ല. എനിക്ക് താങ്കളെ കണക്ക് ചിന്തിക്കാനുള്ള കഴിവേ ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ട്രൈ ചെയ്യുന്നത്? പിന്നെ ഞാനത് ചിന്തിച്ച് കൂട്ടി ആ തലയിൽ കൂടെ ഒക്കെ ട്രാവൽ ചെയ്ത് ഞാനൊരു മണ്ടനായി. എന്തിനാ അതിൻ്റെ ആവശ്യം? സോ എവ്രി വൺ ഹാസ് ദിയർ ഓൺ റൈറ്റ്സ് ടു തിങ്ക്, ബട്ട് ദേ ഹാവ് ടു തിങ്ക് ഇറ്റ് ഇൻ ദ റൈറ്റ് മാനർ. ഈ റൈറ്റും റോങ്ങും എന്ന് പറയുന്നത് തന്നെ ഒരു തോട്ട് പ്രോസസ്സാണ്. ഇപ്പോൾ പാല് നല്ലതാണോ ചീത്തയാണോ? ടൈഫോയിഡ് വന്ന ഒരാൾക്ക് പാല് കൊടുക്കാൻ പാടില്ല അല്ലേ? അതുകൊണ്ട് പാല് ചീത്തയാണോ? ഒരിക്കലും അല്ല. ഇപ്പോൾ പീനട്ട്സ് ഭയങ്കര ഹെൽത്തിയാണ്, പക്ഷേ പീനട്ട് അലർജിയുള്ള എത്രയോ പേരുണ്ട്, അവർക്കത് പോയിസണാണ്. സോ ഓൾവേസ് ഡിഫറൻഷിയേറ്റ് ഗുഡ് ആൻഡ് ബാഡ്. ഇറ്റ്സ് നോട്ട് ദറ്റ് ഗുഡ് ആൻഡ് ലിറ്റിൽ ഗുഡ് ഓർ മോർ ഗുഡ്. ഇപ്പം താങ്കൾ തന്നെ ഞാൻ പറയാം, എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. ഒന്നെങ്കിൽ വിശ്വാസം ഉണ്ടാവണം, ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലായിരിക്കണം അല്ലേ? ബ്ലാക്ക് ഓർ വൈറ്റ്, ശരിയല്ലേ ജോ? നടുക്ക് നിൽക്കില്ല അല്ലേ? എന്തിനാ വെറുതെ നമ്മൾ ഗ്രേ ആവുന്നത്? ഇവിടെ ഞാൻ കാണുന്ന മിക്ക ആൾക്കാരും ബേസിക്കലി ഗ്രേ ലൈനാണ്. ഒന്നെങ്കിൽ വിശ്വാസം 100%, അതല്ലെങ്കിൽ വിശ്വാസമില്ല. അതല്ലേ ക്ലാരിറ്റി? എനിക്ക് ജോയ വിശ്വാസമില്ല, താങ്ക് യു, ഓക്കെ, നോ പ്രോബ്ലം. കുറച്ച് വിശ്വാസം, ഡൗട്ട്സ്. ഈ ഡൗട്ട്സൊക്കെ ഭയങ്കര പെയിൻഫുള്ളാണെന്ന്. ഈ ഡൗട്ടുകളാണ് ഇവിടുത്തെ ഫുഡിലും. ഇവിടുത്തെ ഫുഡ് ക്ലിനിക്കൽ ഇപ്പോൾ എത്രത്തോളം വഴിയോര കടകളുണ്ട്, ഇതൊന്നും വേണ്ടാന്ന് പറയുന്നത്. ഇതെല്ലാം ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തൂടെ? അപ്പം പാവപ്പെട്ട GST അടയ്ക്കുന്ന
ഈ പറയുന്ന ടാക്സ് അടയ്ക്കുന്ന, ഈ പറയുന്ന ഹെൽത്ത് കാർഡ് എടുക്കുന്ന, അല്ലേ, STPയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പൊല്യൂഷൻ കൺട്രോൾ, വാട്ടർ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്ത് 2 കോടിയും 3 കോടിയും ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന റെസ്റ്റോറൻറ്റിയേഴ്സിൻ്റെ അടുത്ത് എന്താണ് ജോയിക്ക് പറയാനുള്ളത്? ഗോ ടു ഹെൽ എന്ന് അല്ലേ? നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ചെറിയ കടയിലോട്ട് ഓടിപ്പോകും. ചെറിയ കടയ്ക്കും കൊടുക്കണം, ഫുഡ് സ്ട്രീറ്റിനും എല്ലാം ലൈസൻസ്ഡ് ആണ്. അവർക്കും വാട്ടർ ടെസ്റ്റ് ഉണ്ടാവണം, ക്വാളിറ്റി കൺട്രോൾ, അപ്പം കുറച്ച് കൺട്രോൾഡ് ആവും. അപ്പോൾ അവരുടെ ഹെൽത്ത് നമ്മളുടെ അസറ്റ്സായി മാറും, അല്ലേ? നേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് അതല്ലേ നോക്കണ്ടേ? എല്ലാം 100% ഒന്നും നടക്കാൻ പറ്റുമെന്നൊന്നും നമ്മൾ ഉറപ്പ് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ട് സ്റ്റേറ്റ് അങ്ങനെ ചിന്തിക്കുന്നില്ല? ഇപ്പം ജോ നാളെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ തീരുമാനിക്കുന്നത്, കംപ്ലീറ്റ് ഒബ്ജെക്ഷൻസാണ്. ഇത് കൊണ്ടുപോവാ, അത് കൊണ്ടുപോവാ, ആ പേപ്പർ കൊണ്ടുപോവാ, ഈ പേപ്പർ കൊണ്ടുപോവാ, അന്യദേശത്തിൻ്റെ അത് കൊണ്ടുപോവാ. പിന്നെ നമ്മളുടെ ഒരു സിസ്റ്റം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ നടത്തിക്കൊണ്ടുപോകും. പക്ഷേ ഈ പറയുന്ന എൻ്റെ ഒറ്റ ചോദ്യമുള്ളൂ, താങ്കൾ കുടിക്കുന്ന ഏതെങ്കിലും ചായക്കടയിൽ വെള്ളം എവിടുന്നാണ് വരുന്നതെന്ന് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ജോ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. വാട്ടർ ഈസ് ദ ബേസിക് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് അവർ ലൈഫ്. അവിടെ തുടങ്ങുകയല്ലേ ബാക്ടീരിയ, വൈറസ്, ഇതെല്ലാം ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, ഇതെല്ലാം അക്യൂമുലേറ്റഡ് ആവും. ഇന്നത്തെ ഡെത്ത് റേറ്റ് വന്നിരിക്കുന്നത് 50-നും 70 വയസ്സിനും ഇടയിലായി, അല്ലേ? കറക്റ്റ് അല്ലേ? ഗൂഗിള് പറയുന്നത് 70 വയസ്സ്, 840 മാസം. എത്ര മാസം? 840 മാസം. ഇതാണ് ഒരു ലൈഫ് സ്പാൻ. അപ്പോൾ എൻ്റെ ചോദ്യം, ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, സയൻസ് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ, പട്ടിണി ഇത്രയും മാറിയിട്ടുണ്ടെങ്കിൽ ലൈഫ് സ്പാൻ എത്ര ആയിരിക്കണം? കുറച്ചുകൂടെ കൂടണ്ടേ? എൻ്റെ മുത്തശ്ശി മരിച്ചത് 99-ാമത്തെ വയസ്സിലാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 150-ാമത്തെ വയസ്സിലല്ലേ മരിക്കുന്നത്. അപ്പോൾ എൻ്റെ മുത്തശ്ശിയുടെ കാലഘട്ടമാണോ സയൻസിൽ കൂടുതൽ നിന്നത്? വൈ സയൻസ് ഹാസ് ടു ഡെവലപ്പ്? വൈ ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ? ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് എ ഹ്യൂമൻ. യെസ് ഓർ നോ? ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്. വെർ ഇസ് ദ ബെറ്റർമെൻറ്റ്? You can't even imagine living up to your grandfather's or grandmother's age life. Then what is the technology we are talking about here? Zero technology, if you can live up to 150 years happily and healthy, you will choose zero technology or the AI which will reduce you up to 48 to 50 years. There debate. ഈ ഹെൽത്തി ആൻഡ് അൺഹെൽത്തിയുടെ പറഞ്ഞുണ്ട്. ഇപ്പം പൊതുവേ നമ്മളെല്ലാവരും കേൾക്കുന്ന ഈ മലയാളികൾക്ക് പൊറോട്ട ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫുഡാണ് അവർ പൊറോട്ട ബീഫ് അല്ലെങ്കിൽ പൊറോട്ട ചിക്കൻ ഫ്രൈ എന്നുള്ളൊരു കോമ്പിനേഷൻ എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ്. പക്ഷെ അത് വളരെ അൺഹെൽത്തി എന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന ഒന്നുമാണ്. ഇത് ശരിക്കും ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വെക്കേണ്ടത്? ആസ് ഫാർ ആസ് യുവർ ബോഡി ക്യാൻ എക്സ്ക്രീറ്റ്, നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്തത് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റിയാൽ യു ആർ ഹെൽത്തി. നമ്മുടെ ഗട്ട് സിസ്റ്റമാണ് പ്രധാനം. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ 5 പ്രാവശ്യം ഇടിച്ചാൽ യു വിൽ ഗെറ്റ് പഞ്ചർ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നമുക്ക് ഒരു ദിവസം പൊറോട്ട കഴിച്ചാൽ അതുകൊണ്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ 365 ദിവസം കഴിച്ചാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ഡാമേജ്. കാരണം ലോകപ്രശസ്തനായ ഗംഗാധരൻ ഡോക്ടർ ഒരു ഫുൾ പേജിൽ എഴുതിയിട്ടുണ്ട്, പൊറോട്ടയും ബീഫും ക്യാൻ ബി എ കോസ് ഓഫ് ക്യാൻസർ. അത് ഒരു പത്രത്തിനകത്ത് ഫുൾ പേജ് വന്നു. ഇതൊന്നും ആരും വായിച്ചിട്ടൊന്നും ഉണ്ടോ എനിക്കറിയില്ല. സോ എൻഡ് ഓഫ് ദ ഡേ ഇത് ഭയങ്കര ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ താങ്കൾ എന്താ പറയുക? ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ പേരായിരിക്കും പറയാം, ശരിയല്ലേ? താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് താങ്കളാവണം. താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് താങ്കളുടെ ഗട്ടാണ്. ഒരു ദിവസം താങ്കളുടെ ഗട്ട് പിണങ്ങിയാൽ താങ്കൾ ഈ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ടിന് പോലും സഹായിക്കാൻ പറ്റില്ല, ശരിയല്ലേ? നീ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ദ ഗട്ട് ഇസ് ട്രബിളിങ് യു, യു ആർ ഇൻ ഡീപ് ഷിറ്റ്. കറക്റ്റല്ലേ? ഗട്ട് ഇന്ന് മുഖ്യമന്ത്രിയാ, ഇന്ന് നാളത്തേക്ക് പണി കൊടുക്കുക ഒന്നുമില്ല. ഗട്ടെന്ന് പറയുന്നതാണ് എല്ലാം. അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നേച്ചർ ഹാസ് കമ്മ്യൂണിക്കേറ്റഡ് ടു യു വെരി വെൽ, അല്ലേ? നമ്മൾ ജനിച്ച സമയത്ത് നമ്മളെ പൊക്കിൾ കൂടി തലച്ചോറിലാണോ കുത്തിയിരുന്നത്, പൊക്കിളിലാണ്, വയറിലായിരുന്നോ? വയറിൽ, അല്ലേ? സോ ദ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ അൺടിൽ യുവർ ബർത്ത് ഹാപ്പൻഡ് ത്രൂ യുവർ ഗട്ട്. യെസ് ഓർ നോ? യെസ്. സിമ്പിൾ അല്ലേ? അപ്പോൾ നമ്മൾ ഗട്ടിനെയാണ് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ, പള്ളിയിൽ പോകുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ഒന്നും എൻ്റെ വിഷയമല്ല. നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളെ ഗട്ടിനെ ഹാപ്പി ആക്കിയിട്ടുണ്ടോ? അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ മദ്യപിച്ചു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും അൺഡൈജസ്റ്റഡ് ഫുഡ് കഴിച്ചു, അതിന് സൈമിൾട്ടേനിയസ്ലി ആയിട്ടുള്ള ആൻറ്റിഡോട്ട് എടുക്കണം, എന്നിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം. വയറിനകത്ത് സൂക്ഷിക്കാതിരുന്നാൽ മതി.
ഇത് എല്ലാം വയറ്റി കെട്ടി കിടന്ന് സ്കിൻ റാഷസ് ഉണ്ടായി, ഈ പറയുന്ന ഗട്ട് ഇഷ്യൂസ് ഉണ്ടായി അല്ലേ, ബോൾ മൂവ്മെൻറ്റ് ഡാമേജ് ചെയ്ത്, പിന്നെ എല്ലാം സംഭവിക്കുന്നത് വയറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാലും ഡോക്ടർ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഇന്നലെ എന്താ കഴിച്ചതെന്ന്. കറക്റ്റ് അല്ലേ? അപ്പോൾ നിങ്ങൾ പൊറോട്ട കഴിക്കുകയോ ബീഫ് കഴിക്കുകയോ റോസ്റ്റഡ് ചിക്കൻ കഴിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ഗട്ട് ഹാപ്പി ആണോ അല്ലയോ, നിങ്ങൾ ഹാപ്പി ആയിട്ട് കാര്യമില്ല. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ പിന്നെ എന്തുവാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഈ ആക്രാന്തം മൂത്തൊരു മത്സര ബുദ്ധിയോടുകൂടി കഴിക്കുന്നത് ഡാമേജിങ്. അമിതമായാൽ അമൃതവും വിഷമെന്നാണ് അല്ലേ, കറക്റ്റ് അല്ലേ? അപ്പോൾ പിന്നെ എന്തിനാ, അപ്പോൾ എന്തും ലിമിറ്റഡായിട്ട് കഴിക്കും. ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ പറയണത് ഷുഗർ രോഗി, ഡയബറ്റിക് രോഗികളാണ് സ്മോക്കിങ്ങിനെക്കാട്ടിയും കൂടുതൽ മരിച്ചിട്ടുള്ളത്. സെൻസസ് എടുത്ത് നോക്കിയാൽ മതി. എന്താണ് പക്ഷേ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് സ്മോക്കിംഗ് കിൽസ് എന്നാണ് അല്ല, അത് ഡാമേജിങ് ആണ് അല്ലെന്ന്. പക്ഷേ അത് തന്നെ അതേ കണക്ക് തന്നെ എഴുതി കാണിക്കണം. അൺനെസറി കൺസംഷൻ ഓഫ് വൈറ്റ് ഷുഗർ ഓർ ഷുഗർ, ഡയബറ്റിക് കോസസ് ഡെത്ത്, ഡയബറ്റിക് കോസസ് ബ്ലൈൻഡ്നെസ്, ഡയബറ്റിക് കോസസ് സിറോസിസ്, ലിവർ സിറോസിസ്. സോ ഡയബറ്റിക് ഈസ് എ സൈലന്റ് കില്ലർ. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് അല്ലേ, അത് ഏറ്റവും വലിയ വില്ലനാണ്. എന്നാൽ ഡയബറ്റിക് ഒരു രോഗമല്ല, ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ ഫിക്സ് ചെയ്യാനായിട്ട് നല്ല ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നാൽ മതി. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. എൻ്റെ കഞ്ഞിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ കഞ്ഞി കുടിച്ചാൽ ഡയബറ്റിക്കിൻ്റെ ഒരു സൊല്യൂഷനായിട്ടത് വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് എനിക്ക് ഗവർണേഴ്സ് അവാർഡ് ഓഫ് എക്സലൻസ്, MGR യൂണിവേഴ്സിറ്റി മാസ്റ്റർ അവാർഡും കിട്ടിയത് എൻ്റെ കഞ്ഞിക്കാണ്. അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും പോപ്പോയ് ദ സെയിലർ മാൻ കണക്ക് ഈ കഞ്ഞിക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട് എന്നുള്ള രീതിയിൽ കുട്ടികളിലേക്കൊക്കെ എത്തിച്ച് അവർക്കൊരു പോറിഡ്ജ് കണക്ക് കാണിച്ച് അവരെ കൊണ്ട് കഴിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമായിരിക്കും, നടക്കുന്നുണ്ട്. ഇപ്പം എനിക്കത് കഞ്ഞി ലവേഴ്സും കൂടി വരുവാണല്ലോ. ഒരിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരും പുച്ഛിച്ച ഒരു ഫുഡ് ഇപ്പൊ പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ ഇഷ്ടപ്പെട്ടും കൂടെ വരുവാണ്. പുതിയ പുതിയ ലൈക് ട്രൈ ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഈ പുച്ഛം പ്രത്യക്ഷത്തിലല്ലേ ഉള്ളൂ, പരോക്ഷത്തിൽ ഇപ്പം ഞാൻ പലയിടത്തും പറയാറുണ്ട് നിങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി കൊണ്ടുവയ്ക്കുന്നു, എന്നിട്ട് ഓക്കെ ചിക്കൻ ബിരിയാണി, ഇപ്പുറത്തൊരു പൊതിച്ചോറ് കൊണ്ടുവയ്ക്കുന്നു, വാഴയിലേക്കകത്ത് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വാട്ടി നല്ല ചൂട് ചോറ് വെച്ച് കെട്ടി അതിനകത്ത് കുറച്ച് ചമ്മന്തി, കടുമാങ്ങ അച്ചാറും, ഒരു മുട്ട പൊരിച്ചതും, ഒരു മീൻ പൊരിച്ചതും, അതിനകത്ത് ഇതെല്ലാം കൂടെ വെച്ച് കെട്ടി അമ്മ ഒരു ചെറിയ ബോട്ടിലിനകത്ത് കുറച്ച് പുളിശ്ശേരിയും ഒരു തേങ്ങ അരച്ച മീൻകറിയും തന്നു വിടുകയാണ്. ഈ പൊതിച്ചോറ് ഓപ്പൺ ചെയ്യുന്നിടം വരെ ഉള്ളു ഈ പറയുന്ന ബിരിയാണി ഹീറോ ആയിട്ട് നിൽക്കും. ഇത് തുറക്കുന്നതും ഓട്ടോമാറ്റിക്കലി കൈ പോകും അല്ലേ, ആ ചോറും ചമ്മന്തിയും അല്ലേ, ആ തേങ്ങ അരച്ച മീൻകറിയും കൂടെ ഒക്കെ കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ട്. വിശക്കുന്നു കേട്ടിട്ട്, കേൾക്കുമ്പോഴേ നമുക്ക് അതിലോട്ടാണ് ബിരിയാണി ഒന്നും വേണ്ട. ഞാനിപ്പം പറഞ്ഞല്ലേ, ഇവിടെ കേരളത്തിൽ വരുമ്പോഴും ഇന്ത്യയിലും ശ്രദ്ധിക്കുന്നത് ഒരുപാട് വയലൻസിൻ്റെയൊക്കെ സിനിമകളാണ് ഉണ്ടാകുന്നത്. നേരെ മറിച്ച് യൂറോപ്പിലായാലും ശരി, ഇംഗ്ലണ്ട് ഫോർ എക്സാമ്പിൾ അമേരിക്കൻസ് ആയാലും ശരി, ചൈനയിലായാലും ശരി, ഫുഡ് റിലേറ്റ് ചെയ്ത് എത്രയോ സിനിമകൾ വരുന്നു. കറക്റ്റല്ലേ? ഇവിടെ ആകെ വിരലിലുണ്ടാവുന്ന 1-2 സിനിമകളല്ലേ ഉള്ളൂ. ഷെഫ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവി കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ഹിന്ദി വേർഷൻ സൈഫ് അലി ഖാൻ അഭിനയിച്ചു. ആ ഫുഡ് ട്രക്ക് ബോംബെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ഞാനാണ്. അതെൻ്റെ കയ്യിലുണ്ട് ആ ഫുഡ് ട്രക്ക്. അതായത് ആ ഷെഫ് എന്ന സിനിമയിൽ അഭിനയിച്ച മാസ്കോട്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ജോൺ ഫറോയുടെ ഇംഗ്ലീഷ് മൂവി. അപ്പോൾ ഞാൻ ആ പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ബോംബെക്ക് വിളിക്കുകയും ബോംബെയിലോട്ട് ട്രാവൽ ചെയ്യും, ചെന്നിട്ട് ആ ബസ് അങ്ങനെയാണ് ഞാൻ ഹിറ്റാവുന്നത്. അത് പത്രത്തിൽ മൊത്തം ബോംബെയിൽ നിന്നും കൊല്ലത്തേക്ക് ഷെഫിൻ്റെ ഫുഡ് ട്രക്ക് എത്തിയെന്നും പറഞ്ഞു. രാജാകൃഷ്ണ മേനോൻ്റെ മൂവിയായിരുന്നു. സിനിമയെ പറ്റി പറഞ്ഞോണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി ചോദിക്കാം. ആദ്യം തന്നെ പറഞ്ഞൊരു സിനിമാ പ്രാന്തനാണ്, സിനിമകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് കാണാറുണ്ട്. ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഈ നാട്ടിൽ വരുന്ന കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെയും ഐ തിങ്ക് എവറി ഡേ ഞാൻ മൂവി കാണുമായിരുന്നു, പല ജോണേഴ്സിലുള്ള. എനിക്കങ്ങനെ ഈ റെസിപ്പി പോലെ ഞാൻ ഈ വേൾഡ് വൈഡ് മൊത്തം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഓക്കെ എൻ്റെ അമ്മയുടെ അടുക്കളയിൽ നിന്ന് വരുന്ന ഫുഡായിരിക്കാം. ബട്ട് ഐ എൻജോയ് എവറിത്തിങ്. ഞാനിപ്പം ഒരു ഇംഗ്ലീഷ് ബർഗർ എൻജോയ് ചെയ്യും, ഒരു ഇറ്റാലിയൻ പിസ്സ എൻജോയ് ചെയ്യും. ഐ എൻജോയ് ഇറ്റ്. ബട്ട് അതന്നെ ആ സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അപ്പോൾ ഈ മൂവീസും അതേപോലെ. അപ്പോൾ ഞാനൊരു ഭയങ്കര ജോൺ ട്രവോൾട്ട ഫാനാണ്, ജോൺ ട്രവോൾട്ടയുടെ ഭയങ്കര ക്രോണിക് ഫാനാണ്. അതേപോലെ എനിക്ക് ആൽപച്ചിനോയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൽപച്ചിനോ മൂവീസ് എല്ലാം ഞാൻ ഇരുന്ന് കാണും. അത് ഗോഡ് ഫാദറിൻ്റെ എല്ലാ സീരീസും ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ അതിനുശേഷം ആൽപച്ചിനോയായിട്ട് ലവ് ആയി. എനിക്ക് സ്കാർഫേസ് വരുന്ന കണ്ടു. പുള്ളിയുടെ എല്ലാം
സെൻഡ് ഓഫ് എ വുമൺ ഉണ്ട്. അപ്പോൾ അതിനുശേഷം മെൽ ഗിബ്സണിലേക്ക് വന്നു. മെൽ ഗിബ്സണിൻ്റെ മിക്ക മൂവീസും ഞാൻ കണ്ടു. അപ്പോൾ ഞാനൊന്ന് ആലോചിക്കും, ഇതൊക്കെ വർഷങ്ങളായ കാര്യങ്ങളാണ്. അതിനകത്ത് ഒരുപാട് റീമേക്ക് ചെയ്യാൻ പറ്റിയ മൂവീസുണ്ട്. പല മൂവീസും കൂടെ ഉണ്ടാക്കി നശിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിന്ന് മൂവി വാച്ചറാണ്. അപ്പം ഓരോ പടങ്ങൾ, ഇപ്പം മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രിയിലെല്ലാം സുഹൃത്തുക്കളാണ്. അപ്പം ഈ പറഞ്ഞ കണക്ക് സാജിദ് ആയാലും ശരി, അഭിലാഷ് പിള്ളയായാലും ശരി, രഞ്ജിത്ത് ശങ്കർ, ജോയ്, ഷാജി കലാസേട്ടൻ, ഇവരെല്ലാവരും എൻ്റെ ചങ്ക് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരടുത്ത് എല്ലായിടത്തും സംസാരിക്കുമ്പോൾ ഒരു കോമൺ ടോപ്പിക് വരുമ്പം അവരെ കൂടെ ഇല്ലെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ, അപ്പോൾ ഓരോരുത്തരും ഓരോ ജോണേഴ്സിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് മാജിക്കൽ മൂവീസാണ്. ഇല്യൂഷനിസ്റ്റ് കണ്ടിട്ടുണ്ടോ? ബ്യൂട്ടിഫുൾ മൂവിയാണ് ഇല്യൂഷനിസ്റ്റ്. ഞാൻ റീസെൻ്റ്ലിയും ഒരു വ്യക്തിത്വം പറഞ്ഞു. അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള മൂവീസൊക്കെ ആ ജോണറിലൊക്കെയാണ് ഇപ്പം സൂപ്പർ ഹീറോ ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുന്നത്. അങ്ങനെ ഒരുപാട് മാജിക്കൽ മൂവീസാണ്. പിന്നെ ഫുഡ് റിലേറ്റ് ചെയ്ത് പെർഫ്യൂം എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഫുഡ് വെച്ച് നമുക്ക് മാജിക് ചെയ്യാൻ പറ്റും. അതായത് ഒരാളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ബേസിക്കലി ഒരു റെസിപ്പി കുക്ക് ചെയ്താൽ മതി. ആ റെസിപ്പിയിലൂടെ അയാൾ നമ്മളുടെ ഏറ്റവും അടുത്ത ഒരാളായി മാറും. അപ്പോൾ അത് കൺഫേംഡാണ്. അത് എൻ്റെ ലൈഫ് തന്നെ താങ്കൾ എപ്പോഴെങ്കിലും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലുള്ള മിക്ക വ്യക്തിത്വമാണ്, ഇൻക്ലൂഡിങ് ദി ഗവർണർ, എൻ്റെ ഫുഡ് കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ബന്ധമാണ്. ആ ഫുഡിനകത്ത് നമുക്ക് റോങ് സെൻസ് ഒന്നുമില്ല, ഗുഡ് സെൻസാണ്. ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ ഫുഡ് മാജിക്കിലാണ്. അങ്ങനെ ഷെഫ് നളനായ ഒരു സ്റ്റോറി ലൈനുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം വാച്ച് ചെയ്യും. ജോൺ ട്രവോൾട്ട അറിയാം. ജോൺ ട്രവോൾട്ട സോഡ് ഫിഷ് എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതാണ് ഡോൺ 2 എന്ന് പറഞ്ഞ് ഷാറൂഖ് ഖാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ മൂവീസ് എല്ലാം റെഫറൻസുകൾ എടുക്കും ഞാൻ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാനെപ്പോഴും സുഹൃത്തുക്കളടുത്ത് പറയാൻ, നിങ്ങൾ ഈ ലോജിക്കും ഈ വയലൻസും അവരുടെ മാജിക് മൂവീസ് ചെയ്യാൻ പറയും. കാരണം നമ്മളിവിടെ മഹാഭാരതം നടന്നിട്ടുണ്ട്, രാമായണം നടന്നിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതിനകത്ത് പലരുടെയും ഈ പറഞ്ഞ കണക്ക് കവച കുണ്ടലങ്ങൾ എന്ന് പറയുന്ന സാധനങ്ങൾ, ഇമോർട്ടലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരു മിത്തല്ലേ. അപ്പം ഇപ്പം ലോകം വന്നപ്പം പലരും അത് സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റായിരുന്നു, കാരണം അതൊരു മിത്തല്ലേ. എന്ത് ബ്യൂട്ടിഫുള്ളിയാണ് അവർ അത് ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ മൂവീസും ഓരോ ജോണറാണ്, അതൊന്നും തെറ്റല്ല. ഓരോ ഡയറക്ടറുടെ കലാസൃഷ്ടികളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ദർ ആർ നോ ഗുഡ് ആക്ടേഴ്സ് ആൻഡ് ബാഡ് ആക്ടേഴ്സ്, ദർ ആർ ഓൺലി ഡയറക്ടേഴ്സ്. ഒരു ബെസ്റ്റ് ഡയറക്ടർ പണ്ട് ഇപ്പോൾ കെ ബാലചന്ദർ എന്ന് പറയുന്നൊരു ഡയറക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ രജനീകാന്ത് ഇല്ല. കാരണം രജനീകാന്ത് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതും ഇങ്ങനെ സെർട്ട് എടുത്തെറിയുന്നതും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്തായിട്ടാണ് ഇന്ന് ഗ്ലാസ് എടുത്ത് വയ്ക്കുന്നത്. പക്ഷെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു നടനെ ക്രിയേറ്റ് ചെയ്ത് ഒരു ജനതയ്ക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ കൊടുത്തു എന്ന് പറയുന്നത് ഇന്നും പുള്ളിയുടെ സ്പീച്ചിൽ കെ ബാലചന്ദറാണ് അല്ലേ പുള്ളിയുടെ ഗുരു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പം ഇപ്പം അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ സിനിമയിൽ നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല്. അപ്പം അത് ഓരോ ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ ചെല്ലുമ്പോഴാണ് അവരാണ് സ്കൾപ്ചേഴ്സ് എന്നാണ് എൻ്റെ വിചാരം. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പല പഴയ വെടല ആക്ടേഴ്സും ഇന്ന് സൂപ്പർ ആക്ടേഴ്സായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴും അവരുടെ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് മൂവി വാച്ച് ചെയ്യും. ഇപ്പം റീസെൻ്റ്ലി ഇറങ്ങിയ എല്ലാ സിനിമകളും ഞാൻ കാണും. സിനിമകൾ കാണണം, എല്ലാ തിയേറ്റേഴ്സിലാണ്, മിക്ക തിയേറ്റേഴ്സിലാണ്. എനിക്ക് ആമസോണും നെറ്റ്ഫ്ലിക്സും ഉണ്ടായിരുന്നു. കഴിഞ്ഞൊരു 2 മാസം 3 മാസമൊക്കെ ആയിട്ട് കുറച്ച് തിരക്ക് കൂടിയപ്പം പിന്നെ അങ്ങോട്ടും ഓട്ടോ ആയപ്പോൾ പിന്നെ രാത്രി ഇരുന്ന് സിനിമ. മറ്റേത് ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ തുൾസാ കിങ് എന്ന് പറഞ്ഞ സീരീസ് നടക്കുന്നുണ്ട്, അറിയാം? സിൽവസ്റ്റർ സ്റ്റാലൻ. ഞാൻ സീരീസ് ഇരുന്ന് കാണും. അപ്പോൾ പക്ഷേ ക്വാളിറ്റി ഓറിയൻറ്റഡ് ഞാൻ നോക്കും. എന്നിട്ട് അതിനകത്ത് എവിടെയൊക്കെയാണ് ജോണേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കും. അപ്പോൾ പല സിനിമകളും എവിടെ നിന്നാണ് എടുത്തതെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ ഡയറക്ടോറിയൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനൊന്ന് പറയണ്ട, അതായത് ഈ സിനിമ കാണണം, ചേട്ടാ ഇത് കാണണം, ഇതിൽ അവിടെ നിന്ന് ചുരണ്ടിയതാണ്. അപ്പം ഒന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ വാസ് ടു മച്ച് ഇൻ ടു ഡ്രാമ, ആക്ടിങ്, മിമിക്കിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഡാൻസിങ്, അങ്ങനെ കുറേ ഐ വാസ് ഇൻ ടു മോർ ഇൻ ടു ആർട്സ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നിൽക്കുന്നതായിരിക്കണം. അപ്പോൾ അതിങ്ങനെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഐ ഹാവ് ടു കം ഇൻ ടു ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത്. ബട്ട് വി ഡോണ്ട് ഹാവ് എനി വൺ വെൽ കണക്റ്റഡ്. നമുക്കിങ്ങനെ ഒന്ന് ഗ്രൂപ്പ്, പിന്നെ അത്യാവശ്യം ഒരു നല്ല ഫാമിലിയിലായതുകൊണ്ടും ഈ പറഞ്ഞ പൈപ്പ് വെള്ളം കുടിക്കാനായിട്ട് അന്ന് വിട്ടില്ല. അപ്പം അന്ന് പോയി കഷ്ടപ്പെടണമല്ലോ അല്ലേ. അന്നത്തെ സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറയുന്നത് എല്ലാവരും കഷ്ടപ്പെട്ട് വന്നിരിക്കുക. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് കഷ്ടപ്പെടാനും ഒന്നും വിടത്തില്ല, വീട്ടിൽ ഭയങ്കര പ്രശ്നമാകും. പിന്നെ ഇവിടുന്ന് ഗൾഫിൽ പോയി, പിന്നെ ഈ പറഞ്ഞ കണക്ക് സ്റ്റേജെല്ലാം വിട്ട് ലൈഫിലോട്ട് അങ്ങ് കയറി. അങ്ങനെയാണ്. പക്ഷേ വെൽ കണക്റ്റഡ്. ഒരുപാട് ഇപ്പൊ പറഞ്ഞു സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ഒരു സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഇനിയും സിനിമയിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു കോള് വന്നു കഴിഞ്ഞാൽ പോവില്ലേ? എൻ്റെ പൊന്നു സിസ്റ്റർ, എനിക്ക് മിക്ക ഡയറക്ടേഴ്സിൻ്റെ കോള് വരാറുണ്ട്. ഞാൻ ഡബ് ചെയ്യാറുണ്ട്.
ഓക്കെ. പിന്നെ എൻ്റെ ഒരു പ്രതിസന്ധിയിലെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ബ്രാൻഡാണ് ഷെഫ് നള എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻസിയും ഫോക്കസും ഉണ്ടാണ്. പിന്നെ സിനിമയിൽ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കണം. നമ്മൾ ചേട്ടാ മറ്റേ വെള്ളയമ്പലത്തിലോട്ട് പോകുന്ന വഴി ഏതാ, അപ്പം ഞാൻ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണ്ട, ഞാൻ ആ സിനിമയ്ക്കകത്തുണ്ടാകും. ഐ ഡോണ്ട് വോണ്ട് വൺസ് യു കം ഇൻ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി സേതു ശിവാനന്ദൻ എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെയൊക്കെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ഏറ്റവും അടുത്തൊരു പയ്യനുണ്ട്. ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്, കോൺസെപ്റ്റ് ആർട്ടിസ്റ്റാണ് സേതു ശിവാനന്ദൻ. പുള്ളി ഒരു കിടിലൻ സാധനം ചെയ്യേണ്ടതുണ്ട്, ലെറ്റ 2 എന്ന് പറഞ്ഞിട്ട്. അതിനകത്തൊരു പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടറായിട്ടാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ റിലീസ് വെയിറ്റ് ചെയ്യാം. അത് ആക്ച്വലി ഒരു ആർട്ട് ഫിലിമാണ്. അത് ഈ മറ്റേ ഫെസ്റ്റിവൽ സാധനമാണ്. ബട്ട് ഇറ്റ് വിൽ ബി ഷോക്കേസ്ഡ് ഇൻ തിയേറ്ററിൽ അത് കാണിക്കും. ആൻഡ് ഇറ്റ് ഈസ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ്, നല്ല രസമാണ്. അപ്പോൾ ഈ ക്യാരക്ടറുണ്ട് അതിനകത്ത്, ജീസസ് കാൾട്ടൺ എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ഈ പാരാസൈക്കോളജിസ്റ്റാണ്. ഈ ആത്മാക്കളോടൊക്കെ സംസാരിക്കാന്ന് പറയും, ഭയങ്കര രസമായിരിക്കും അത്. അപ്പോൾ അതൊരു അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായതുകൊണ്ട് ചെയ്തതാണ്. അതല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ഡയറക്ടറുടെ മനസ്സിനകത്ത് എൻ്റെ ഫേസ് രജിസ്റ്റർ ആവണം, ഞാൻ ഇന്ന റോള് ചെയ്താൽ കൊള്ളാമെന്ന് അവർക്ക് തോന്നണം. എന്നിട്ട് ആ റോളിന് നമുക്കൊരു ലീഡ് കിട്ടണം. അതൊരു ബ്രാൻഡ് വാല്യൂ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കണം. കാരണം അത്യാവശ്യം ദൈവം അനുഗ്രഹിച്ച് തെറ്റില്ലാത്ത വ്യക്തിത്വങ്ങൾക്കൊക്കെ എന്നെ അറിയാം, അല്ലേ? അപ്പോൾ അവർക്കൊരു റെഫറൻസ് കൂടെ അയക്കണം. ആ ഷെഫ് അത് ചെയ്തത് നന്നായിട്ടുണ്ട്, ആ റോള് നന്നായിട്ടുണ്ട്, അല്ലേ? നമുക്കൊരു റെഫറൻസ്. അല്ലാണ്ട് നമുക്ക് സിനിമയിൽ അഭിനയിക്കാനാണോ ചാൻസ് ഇല്ല? നമുക്ക് ഇഷ്ടം, എല്ലാവർക്കും ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു പണിയെന്ന് വെച്ചാൽ പോയി ഡബ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് പതുക്കെ നൈസിന് പോകാം. സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പലരും ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്നെ കാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ഉണ്ടാവട്ടെ, നല്ല സിനിമ, നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ ഒരു അവസരം ഉണ്ടാവട്ടെ, നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് പ്രകാശ് വർമ്മ ചെയ്ത, അല്ലേ? ഹലോ നമസ്കാരം, അടിപൊളി. അപ്പോൾ തുടരും സിനിമ കഴിഞ്ഞപ്പം കുറേ എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ചേട്ടനെ കാസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു പല സിനിമകളിലും. അപ്പം ഞാൻ പറഞ്ഞാൽ പോടാ അവിടെ നിന്ന്, ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം പിന്നെ വോയിസ് വെച്ചിട്ട് പലരും പറയാറുണ്ട് നല്ല വോയിസാണ്. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഒരാൾ പറഞ്ഞത്, എല്ലാവരും ഒരു തമാശ സിനിമകൾ ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നൊരു ഡയറക്ടറുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്താണ്, സതീഷ് എന്നാ പേര്. ഇപ്പം പുതിയൊരു സിനിമ വരുന്നുണ്ട്, ഇന്നസെൻറ്റ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷെഫിനെ കാണുമ്പോൾ എല്ലാവരും സീരിയസ് ആണെന്ന് വിചാരിക്കും, എന്നിട്ട് ഭയങ്കര വില്ലനാണെന്ന് വിചാരിക്കും, നമുക്കൊരു കോമഡിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത സിനിമയ്ക്കകത്ത് പുള്ളി എന്നെ അങ്ങനെ എന്തോ സാധനം പ്ലാൻ ചെയ്യണം, നമുക്ക് കോമഡി രസമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞില്ല, ജനാർദ്ദൻ ചേട്ടൻ കോമഡിയിലല്ലേ ഹിറ്റായത്, ഭയങ്കര ഒരു രൗദ്രഭാവമാണ്. ഇതൊക്കെ സംഭവിക്കട്ടെ, ഇതെല്ലാം അല്ലേ ഇവോൾവ് ചെയ്ത് വരുന്നതല്ലേ. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ കാണാനായിട്ടും സാധിക്കട്ടെ. ജോ സിനിമയെ കാണാറുണ്ടോ? സിനിമ കാണാറുണ്ടോ? ഒരുപാട്. എന്നിട്ടാണോ ഞാൻ ഈ പറഞ്ഞ പടമൊന്നും കാണാതിരുന്നത്? ഞാൻ പെർഫ്യൂം ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ബാക്കിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഫിലിമിന്റെ ലൈബ്രറിയിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പടമാണ് ഗോഡ് ഫാദർ. 1, 2, 3. അതെ, അത് ഭയങ്കര പടമാണ്. അതിനുശേഷം ഈ ആൽപച്ചിനോടെ മൂവീസ് ഭയങ്കര റെഫറൻസാണ്. ഇപ്പോൾ കമൽ സാറ് പോലും നമുക്ക് മാനറിസവും അഭിനയിക്കുന്ന സ്റ്റൈലും കാണുമ്പോൾ നമുക്ക് തോന്നും പുള്ളി ആൽപച്ചിനെ കോപ്പി ചെയ്യുന്നതാണോ. അത്രയ്ക്ക് സിമിലാരിറ്റി ഉണ്ട് അവർ തമ്മിലുള്ള ഡയലോഗ് ഡെലിവറിയിലൊക്കെ. അത് റിക്രൂട്ട് എന്ന് പറയുന്ന സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടോ? സെന്റ് ഓഫ് എ വുമൺ ഉണ്ട്. അത് ഏറ്റവും കിടിലൻ പടങ്ങളിൽ ഒന്നാണ് സ്കാർഫേസ്, അത് കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ ജോൺ ട്രവോൾട്ട മൂവീസ് കണ്ടിട്ടുണ്ടോ? കാണണം. മലയാളി എന്താ വിഷയം എന്നറിയോ, നമ്മൾ മലയാളികൾ കുറച്ചും കൂടെ ഒന്ന് മാറി ചിന്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പലർക്കും ഇംഗ്ലീഷ് മൂവീസ് പോയിരുന്ന് കാണത്തില്ല. പിന്നെ എല്ലാവരും കാണുന്ന മൂവീസ് നമ്മളും പോയി കാണും, ടൈറ്റാനിക് പോലെ. അതിൽ കാര്യമില്ല. നമ്മളിപ്പം ഒരു ക്യാരക്ടർ, ഒരു നടനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ നടൻ്റെ സിനിമകളുടെ ലൈബ്രറി എടുക്കുക. ഇപ്പോൾ ഡെൻസൽ വാഷിങ്ടൺ ഒരു ഉഗ്രൻ ആക്ടറാണ്, അയാളുടെ മൂവീസിലൊന്നാണ് ഈക്വലൈസർ. കണ്ടുകൊണ്ടോ ഈക്വലൈസർ? പാർട്ട് 1 ഓർമ്മയുണ്ടോ? അതിനകത്തൊരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതും ഒരു പെൺകുട്ടി ബേസിക്കലി ഒരു ബാറിൽ വെച്ച് ഇയാളെ പരിചയപ്പെടുന്നതും ആ പെൺകുട്ടിയെ കുറച്ച് ആൾക്കാർ ചേർന്ന് റേപ്പ് ചെയ്യുന്നതും ആ പെൺകുട്ടിയുടെ അതിന് പകരം വീട്ടാൻ പോകുന്നതുമാണ് ആ സ്റ്റോറി ലൈൻ. ഓർമ്മയുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചു. ഇനി മഹാരാജ എന്ന് പറയുന്ന സേതുപതിയുടെ പടം കാണണം. ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാൻ നോക്കണം. കണക്ട് ചെയ്യാൻ നോക്കണം. ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അത് ആ ഡയറക്ടർ വിളിച്ച് നമ്മളെ ചീത്ത വിളിക്കാൻ പാടില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയ്ക്ക് ഇന്നുവരാരും അത് റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടില്ല. എനിക്ക് ഈക്വലൈസറിൻ്റെ റെഫറൻസ് അതിൽ ഫീൽ ചെയ്തു. ഈക്വലൈസർ പാർട്ട് 1
അതിനകത്ത് പറഞ്ഞപ്പോ എനിക്കും തോന്നുന്നു അതിനകത്ത് ക്ലോക്ക് നോക്കിയിട്ടാണ് ടൈം സെറ്റ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. അതേപോലെയാണ് സേതുപതി ഇതിനകത്ത് ഫൈറ്റ് ചെയ്യുന്ന സ്പീഡും കാര്യങ്ങളും കുറച്ച് ശക്തിവാനായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. ഒരു സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡാണ്. അദ്ദേഹം അതിനകത്ത് ഒരുപാട് സംസാരിക്കില്ല, ഇദ്ദേഹം അതിനകത്ത് സംസാരിക്കില്ല. അതിനകത്ത് ഒരു വഴിയിൽ വെച്ച് കാണുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നതാണ്, പിന്നെ അതിന് പ്രതികാരം ചെയ്യുന്നത്. ഇതിനകത്ത് സ്വന്തം മോൾക്ക് അത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും റെഫറൻസിന് എന്തുമാത്രം നല്ല സ്ക്രിപ്റ്റുകളുണ്ടാവുന്നു. മഹാരാജ ഇസ് വൺ വണ്ടർഫുൾ മൂവി, ഞങ്ങൾ 2 പ്രാവശ്യം കണ്ടതാണ്. പക്ഷേ ഇങ്ങനെ എന്തുമാത്രം ബ്യൂട്ടിഫുൾ സ്ക്രിപ്റ്റുകളുണ്ടാവാം. എന്തിനാ നമ്മൾ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുന്നു? പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല. കുറേ പൈസകൾ പൊട്ടുന്നു, കുറേ പ്രൊഡ്യൂസർമാർ പൊട്ടിത്തെറിക്കുന്നു, സിനിമകൾ പെട്ടിക്കാതിരിക്കുന്നു. അത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. അപ്പോൾ ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ഒരു ഡയറക്ടറായാലും ഒരു പ്രൊഡ്യൂസറായാലും അവർക്കിത് ബിസിനസ് വർക്കൗട്ടാണ് അല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സാഹസം നല്ലൊരു മൂവിയാണ്, ഭയങ്കര എൻ്റർടൈൻ ചെയ്യാൻ ചിരിക്കാനാണ്. എൻ്റെ സുഹൃത്താണ് നരയൻ. അതിനകത്ത് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. നരയനുള്ള സമയത്ത് നരയൻ ഒരു പാട്ടുകാരനും ഞാൻ ആട്ടക്കാരനുമായിരുന്നു. പക്ഷേ പുള്ളിയാണ് സ്ക്രീനിൽ വന്നത്. നമ്മളെ സമയമായിട്ടില്ല. ഡയറക്ടേഴ്സിനൊക്കെ ഇഷ്ടപ്പെടണ്ടേ. പിന്നെ വരുന്നതെല്ലാം പോലീസുകാരൻ്റെ റോളാണ്. പോലീസുകാരൻ ചെയ്യാൻ താല്പര്യമില്ല. അതിൻ്റെ അല്ലേ ഒരു പ്രാവശ്യം ഈ താടി ഷേവ് ചെയ്ത് കളഞ്ഞിട്ടുള്ള കാര്യം ചെയ്യുന്നതിനെ പറ്റി ഒരു 10 പ്രാവശ്യം ചിന്തിക്കും. പിന്നെയും പറഞ്ഞല്ലോ, വഴിയിൽ ചെക്കിങ്ങിന് നിൽക്കുന്നൊരു പോലീസുകാരൻ, അതിന് വേണ്ടി 1 ദിവസത്തെ 2 ദിവസത്തെ ഷെഡ്യൂൾ. ഞാൻ 3 മാസം കൊടുക്കും ഈ താടി കളിപ്പിക്കും. നമുക്കൊരു ലീഡ് റോളാണ്, രജിസ്റ്റർ ആവുന്നതാണ്. നമ്മളെ ബോഡി ലാംഗ്വേജും നമ്മുടെ വോയിസും നമ്മുടെ സ്റ്റൈലുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തിനാ? എൻഡ് ഓഫ് ദ ഡേ നമ്മൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അതൊരു മുട്ട പൊരിച്ചാലും ശരി അല്ലേ, ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നു. എത്ര ആൾക്കാർ ചുമ്മാ ഇങ്ങനെട്ട് അടിച്ച് ഒരു ബെഡ്ഷീറ്റ് പോലെ ഉണ്ടാക്കും. നേരെ മറിച്ച് ചിന്തിച്ച് നോക്കി, നല്ല ചെറിയ ഉള്ളി എടുത്ത് ഒരു 4 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞ്, നല്ല 2 പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ്, കരിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ്, ഓക്കെ, അതിൽ ഉപ്പിട്ടിട്ടൊന്ന് വിരവി, ഓക്കെ, അതിലേക്ക് ഒരു ഉള്ള തേങ്ങാപ്പീരയിട്ട്, പിന്നെ കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ട് ഇത് വാരി ഒരു ഗ്ലാസ്സിനകത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ലേശം പാലും ഒഴിച്ച് അടിച്ച് പതപ്പിച്ചതിന് ശേഷം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട പൊരിക്കുമ്പം ഒരു വാസന വരുമോ ഇല്ലയോ? വരും. അല്ലേ? അപ്പം അതല്ലേ ഓംലെറ്റ്. അങ്ങനെയും ഓംലെറ്റ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു സവാള എടുത്ത് അരിഞ്ഞ് കഴിച്ചോ. നമ്മൾ ഓംലെറ്റ് തിന്നുന്നു എന്നൊരു സമാധാനം. ഒരു സിനിമ ഉണ്ടാകും. ഈ റെസിപ്പി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ലേശം തേങ്ങാപ്പാൽ നന്നായിട്ട് അടിച്ച് പതയ്ക്കാം, ബീറ്റ് ദ എഗ് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു ചീനിച്ചട്ടിക്കകത്ത് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ മുട്ട ഒഴിക്കണം. ആ റൂം മൊത്തം ആ മുട്ട പൊരിച്ച് തന്നെ മണം ഉണ്ടാവും. എനിക്ക് ശരിക്കും ഇപ്പൊ സ്മെല്ല് കിട്ടുന്നുണ്ട് ഇവിടെ. മെന്റലിസ്റ്റ് ആദ്യം കേൾക്കണ്ട. ഞാൻ ആക്ച്വലി ചോദിക്കാനായിരുന്നായിരുന്നു, ഇപ്പൊ ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നത്, ഇപ്പൊ ഞാനൊക്കെയെന്ന് വെച്ചാൽ ഇവിടെ വീടെടുത്തൊക്കെ നിൽക്കാം, അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനുള്ള ടൈം കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ രാവിലെ ഓഫീസ് വരുന്നതിന് മുന്നേ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ല ലഞ്ചിൻ്റെ കൂടെ ഒരു കറി മാത്രം കൊണ്ടുവരാണെങ്കിൽ അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി. നിങ്ങൾ ഇതിനെ ഈസി ആയിട്ട് കാണാത്തതാണ് കുഴപ്പം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 40 ദിവസത്തെ ഷെഡ്യൂളിൽ സിനിമ ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരിക്കും. സാജിയൊക്കെ അത് ഇങ്ങനെ ആയിരിക്കും ചെയ്യും. നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കുക. രാവിലെ വളരെ മനോഹരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭാഗ്യമുള്ള യോഗമുള്ളൊരു കുട്ടിയാണ് താങ്കളെന്ന് കരുതുക. ഒരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കാനായിട്ട് വെറുതെ ഒരു കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിച്ച് കാപ്പിപ്പൊടിയിലോട്ട് ഒഴിച്ച് അതിലൊരു തുള്ളി നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ അത് പ്രീമിയം കോഫിയായി മാറ്റി വയ്ക്കുക. പിന്നെ അടുപ്പം കൊണ്ട് കത്തിച്ചിട്ട് ഒരു 2-3 സ്പൂൺ ഇല്ലെങ്കിൽ ഒരു 50 ഗ്രാം മാവിൻ്റെ പൊടി അങ്ങോട്ടിട്ട് ഇച്ചിരി ആ ചൂടുവെള്ളം തന്നെ ഒന്ന് നനച്ച് ഇച്ചിരി ഉപ്പും ഇട്ട് ഒരു ചിരട്ട മറ്റേ പുട്ടിൻ്റെ പോലെ സാധനത്തിനകത്ത് ഫില്ല് ചെയ്ത് തേങ്ങാപ്പീര ഉണ്ടെങ്കിൽ കൊള്ളാം, അതങ്ങോട്ട് എടുത്ത് അതിൻ്റെ മേളിലോട്ട് പ്രഷർ കുക്കറിൻ്റെ അതിൻ്റെ കെറ്റിലിൻ്റെ മേളിൽ വെച്ചിട്ട് ഒന്ന് ടോയ്ലറ്റിൽ പോയിട്ട് 7 മിനിറ്റ് മതി, പുട്ട് റെഡിയായി. ഈ പുട്ടിലേക്ക് താങ്കൾ ഒരു പഴം, എവിടെ ഈ കട്ടൻ ചായയും കുടിച്ചിട്ട് ജോലിക്ക് പോകുന്നതിന് എന്താ പ്രശ്നം? 7 മിനിറ്റ്സ് മതി ഒരു പുട്ടുണ്ടാക്കാൻ. നമ്മുടെ നാട്ടിൽ തന്നെ എത്ര തരം പുട്ടുകളുണ്ട്. നമുക്ക് ഗോതമ്പ് പുട്ട് ചെയ്യാം, അരിപ്പുട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ നമുക്ക് പിടി ചെയ്യാം, ഒന്നും വലിയ സമയമില്ല. മാക്സിമം ഒരു നല്ല കേരള ഡിഷിൻ്റെ നല്ല ഫാസ്റ്റ് കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 20 മിനിറ്റാണ്. എന്തുണ്ടാക്കാനാണ്? പുട്ടുണ്ടാക്കാം. ഈ സാധനം എല്ലാം ഉണ്ടാക്കുക എല്ലാം. ഇപ്പോൾ താങ്കൾ തലേന്ന് കുറച്ച് പയറ് വെള്ളത്തിലിട്ടിട്ട് അത് സ്പ്രൗട്ട് ചെയ്ത് വെച്ചെന്ന് വെച്ചു, ഭയങ്കര ഹെൽത്തിയാണ്.
പോകുന്നതിന് മുമ്പ് ഈ ചെറിയ ഫ്രൈ പാനൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ ക്യാമ്പ് സ്റ്റൗ എന്നുള്ള സാധനം വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ ഇലക്ട്രിക് സാധനങ്ങൾ. ആ ഫ്രൈ പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിൽ ഇച്ചിരി വെളിച്ചെണ്ണയോ ഇച്ചിരി നെയ്യോ ഒഴിച്ച് ആ പയർ ലെഫ്റ്റ് റൈറ്റ് 5 പ്രാവശ്യമാക്കി ഓഫ് ചെയ്തിട്ട് ആ പുട്ടിൻ്റെ മുകളിലൊന്ന് വാരി വെതറി തിന്നാൽ ടേസ്റ്റ് അല്ലേ. അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി ശർക്കരപ്പൊടിയും കൂടെ ഇട്ടാലും അതിനകത്തൊരു ശകലം നെയ്യ് ഒഴിച്ചാലും ഇത് എവിടെയോ സമയം നമ്മളെ ചിന്തിപ്പിക്കാൻ വെക്കുന്നത്. ഒന്ന് നമ്മളെ ഇൻഡസ്ട്രി നമ്മളെ ചിന്തിപ്പിക്കാൻ വെക്കുന്നത്, അതിൽ സൊമാറ്റോ സ്വിഗ്ഗി നമ്മളെ ചിന്തിപ്പിക്കാൻ വെക്കുന്നത് യു ഡോണ്ട് ഹാവ് ടൈം ബട്ട് വി ഹാവ്. ഞാൻ തിരിച്ചാണ് ചിന്തിക്കുന്നത്, ഐ ഹാവ് പ്ലെൻറ്റി ഓഫ് ടൈം. ഇപ്പം ഞങ്ങൾ വണ്ടിക്കകത്ത് സ്റ്റൗവായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് മിക്സി വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്, പോർട്ടബിൾ വണ്ടിക്കകത്തുണ്ട്. ഇന്നാണ് ഞാനത് കൊണ്ടുവരായിരുന്നത്. ഇന്നലെ വരെ വണ്ടിക്കകത്ത് പോർട്ടബിൾ മിക്സി, പോർട്ടബിൾ സ്റ്റൗ, ഇതെല്ലാം പോർട്ടബിളാണ്. ഇപ്പോൾ ഇവിടെ എടുത്ത് വയ്ക്കുന്നു. താങ്കൾക്കൊരു പുട്ട് വേണമെന്ന് പറയുന്നു, ചെറിയൊരു പ്രഷർ കുക്കർ എടുത്ത് വയ്ക്കുന്നു. ആ വെള്ളം ഒന്ന് ചൂടാവണം, ഇത്രയേ ഉള്ളൂ സമയം. ആ പുട്ടൊന്ന് നനച്ച് അത് മേളിൽ വെച്ച് 7 മിനിറ്റിനകത്ത് പുട്ട് റെഡിയാവും. പുട്ട് കമത്ത് ഈ സ്പ്രൗട്ട് ചെയ്യുന്ന സാധനം വീട്ടിനകത്ത് എന്ത് സ്പ്രൗട്ട് ചെയ്യാം. ഇതിനവിടെ ടൈമില്ലെന്ന് പറയും. സാലഡ്സ് ഉണ്ടാക്കാൻ ഒരു പോമോഗ്രാനറ്റും ആപ്പിളും ഒരു കുക്കുംബറും, ഇംഗ്ലീഷ് കുക്കുംബർ ലെറ്റ് അത് ഫ്രിഡ്ജ് ഇട്ട് എല്ലാം കൂടെ അരിഞ്ഞ് പറക്കിയിട്ട് ഇച്ചിരി ആപ്പിൾ സിഡർ വിനീഗർ, ഒരു ഇച്ചിരി ഹണി, ഒരു അര ലൈമും പിഴിഞ്ഞ് കഴിച്ചിട്ട് വാരി കഴിക്കാൻ അത്ര സമയമില്ലാത്ത നോക്കുമ്പോ എല്ലാം സിമ്പിൾ ആണ് അല്ലേ. നമ്മൾ പറയണ കുക്ക് ചെയ്യാനായിട്ട് ടൈമില്ല. എവറി ഡേ യു ക്യാൻ ഹാവ് എൻ എഗ്. ഒരു ദിവസം ബോയിൽഡ് എഗ് കഴിക്കാം, ഒരു ദിവസം സൺ ടോപ്പ് ബുൾസൈ കഴിക്കാം, ഒരു ദിവസം ഓംലെറ്റ് കഴിക്കാം, ഒരു ദിവസം ചീസ് ഓംലെറ്റ് കഴിക്കാം, ഒരു ദിവസം താങ്കൾക്ക് മസാല ഓംലെറ്റ് കഴിക്കാം, ഒരു ദിവസം താങ്കൾക്ക് ബ്രെഡ് ഓംലെറ്റ് കഴിക്കാം അല്ലേ. അങ്ങനെ ഈ എഗ്ഗ് വെച്ച് തന്നെ താങ്കൾക്ക് എന്തൊക്കെ ചെയ്യാം. ഓംലെറ്റ്സ് തന്നെ താങ്കൾക്ക് പല വെറൈറ്റീസിൽ ചെയ്യാൻ പറ്റും. കുറച്ച് മഷ്റൂം ഉണ്ടെങ്കിൽ മഷ്റൂം ഓംലെറ്റ് ചെയ്യാം, ചീസ് ഉണ്ടെങ്കിൽ ചീസ് ഓംലെറ്റ് ചെയ്യാം, ബട്ടർ വെച്ചിട്ട് ബട്ടർ ഓംലെറ്റ് ചെയ്യാം അല്ലേ, ഫ്ലഫി ഓംലെറ്റ് ചെയ്യാം. ഇതിനവിടെ സമയമില്ലാത്ത ഒരു നല്ല 2 മുട്ട അങ്ങോട്ട് അടിച്ച് ഫ്ലഫി ആക്കിച്ച് പാൽ ഒഴിച്ച് ബട്ടർ ഇട്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി നല്ല ഫ്ലഫി പോലെ എടുത്ത് മേശപ്പുറത്ത് വെച്ച് ഒരു ബ്ലാക്ക് കോഫി എടുത്ത് സ്പൂണിൽ അത് മാത്രം തിന്നിട്ട് വയ്ക്കുള്ളൂ. സോ ഈസി. പിന്നെ ഈ പറയുന്ന ബസ്മതി റൈസ്, ജാസ്മിൻ റൈസ്, ഈ റൈസ് കുക്ക് ചെയ്യാനും 10 മിനിറ്റ് മതി. 10 മിനിറ്റ്, കാരണം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ടൈം ഉള്ളത് എപ്പോഴാണ്? രാവിലെ ഉറക്കം എണീറ്റ് പല്ല് തേച്ച് നിങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിനകത്തോടെ എൻ്റർ ചെയ്താൽ ടോയ്ലറ്റിൽ നിങ്ങൾക്ക് 20 മിനിറ്റ്സ് ടൈമുണ്ട് ആവറേജ് ഒരു ഹ്യൂമൻ ബീങ് സ്പെൻഡ് ചെയ്യുന്നത്. ഈ 20 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ കുളിക്കാൻ, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാന്നുള്ളതല്ല. പക്ഷേ പുറത്തിരിക്കുന്ന സാധനം കുക്ക് ചെയ്യാനായിട്ടുള്ള സമയം ഇതിനകത്തു നിന്നാണ് നിങ്ങൾ പ്രൊഡക്ഷൻ കണ്ടെത്തേണ്ടത്. നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അത് റെഡി ആയിരിക്കണം. റെഡി ആയാൽ നിങ്ങൾക്ക് അത് കഴിച്ചിട്ട് പോവാം. ഇപ്പോൾ എൻ്റെ കഞ്ഞി തന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് രാവിലെ ടോയ്ലറ്റിൽ കയറുന്നതിന് മുമ്പ് ചെറിയ സിമ്മിൽ വെച്ചിട്ട് പോവുക. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക് അത് കുക്കായി കിടക്കും. അതെടുത്ത് ഫാൻ്റെ അടി വെച്ചിട്ട് കുളിക്കാൻ പോവാം. കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് അത് തണുത്തിരിക്കും. രാവിലെ ഒരു ബൗൾ കഞ്ഞിയും കുടിച്ചിട്ട് പോവാം. ഭയങ്കര ഹെൽത്തി അല്ലേ. അപ്പോൾ ഈ ഹോസ്റ്റൽ എന്താ അറിയുക വിഷയം, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഒന്നും നിങ്ങളുടെ സ്കൂളിലെങ്ങും നിങ്ങളെ ഒരു കുക്കിംഗ് ഹാബിറ്റ് പഠിപ്പിച്ചിട്ടില്ല. അതെന്നും പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ കയറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് ദൂരത്തിലായിപ്പോയി. അപ്പോൾ ഇതൊരു ഭയങ്കര ടാസ്ക്കായിട്ടാണ് വീട്ടിലെ അമ്മയുടെ പ്രകടനവും. ഞാൻ വീട്ടിലുള്ള എല്ലാവർക്കും കുക്ക് ചെയ്യണം, നിങ്ങൾക്കൊന്നും അറിയണ്ട, ഇതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഇതെന്തോ വലിയ സാധനമാണ് ആ പ്രോസസ്സ്. കാരണം ഇത് അവർക്ക് അത് അവരെ സംബന്ധിച്ചോളം അവർക്ക് അങ്ങനെ അത് ഷോക്കേസ് ചെയ്യണം. വീട്ടമ്മമാരുടെ രാജ്യമല്ലേ അത്. അപ്പോൾ അവർ 12 പേർക്ക് കുക്ക് ചെയ്യുന്ന 20. പക്ഷേ ഈ മാജിക്കാണത്. നമുക്കത് കയറുമ്പോൾ കൈവാക്കില്ലാത്തതുകൊണ്ട് നമുക്കതൊരു വലിയ ടാസ്ക്കായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ നൈസിൽ എസ്കേപ്പ് ചെയ്യും. നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നതാണ് അവരുടെ ബെനിഫിറ്റ്. ഞാൻ വീട്ടിൽ അടുക്കളയിലായിരുന്നു അമ്മയുടെ കൂടെ. അവിടെ നിന്നാണോ ശരിക്കും ഷെഫ് അല്ലെങ്കിൽ കുക്കിംഗ് ഇഷ്ടം? ബേസിക്കലി അമ്മയുടെ കൂടെ. കാരണം ഞാൻ പറഞ്ഞാലോ, ഐ ഹാവ് ഓൾറെഡി ഞാൻ ഒരു ലാസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഐ ലോങ് ഫോർ ഫുഡ് മെനി ടൈംസ്. ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പം തീവ്രമായ കഷ്ടപ്പാടുകളായിരുന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ എനിക്ക് ഈ വിഷയം എന്ന് പറയുന്നത്, അമ്മ മിക്കവാറും ഞാൻ ഗൾഫിലുള്ളപ്പോൾ ഞാൻ നാട്ടിലുള്ളപ്പോൾ ഗൾഫിലോട്ടൊക്കെ പോകും. അപ്പം എനിക്ക് കുക്ക് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമാവും. ഒരു ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച്, കാരണം ഫ്രിഡ്ജിലൊക്കെ സാധനം ഇരിക്കുകയല്ലേ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മയുടെ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുക്കണ്ട, ഈ സാധനങ്ങളെടുത്ത് കുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഐ തിങ്ക് 15 വയസ്സിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 13 വയസ്സിലൊക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഒരുപാട് കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് അവിടുത്തെ എല്ലാം സ്പെഷ്യൽ ഫുഡ് എന്താണ് അത് കഴിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫുഡ് ഏതായിരിക്കും? ബേസിക്കലി ഓരോ കൺട്രീസിലും അത് അവിടെ ഭയങ്കര എക്സ്പെൻസീവ്. എനിക്ക് ഇപ്പോൾ പോളണ്ടിൽ പോയപ്പോൾ ചീസ് കേക്ക്
എനിക്ക് അവിടുത്തെ ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം അതേപോലെ തന്നെ ചൈനയിലെ ചൈനീസ് വൈനുകളുണ്ട്, ഭയങ്കര പ്രീമിയം വൈനുകളാണ്. അപ്പോൾ അതാണ് അവിടെ പ്രീമിയം വൈൻസാണ് കൂടുതലും ഭയങ്കര എക്സ്പെൻസീവായിട്ടൊക്കെ കൺസ്യൂം ചെയ്തിട്ടുള്ളത്. ഫുഡിലിപ്പം ഈ പറഞ്ഞ കണക്ക് ചൈനയിൽ ക്രോക്കഡൈൽ ബീറ്റൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കൊരു ഒക്കേഷനിൽ മാത്രമാണ് തന്നിരിക്കുന്നത്. പിന്നെ അതേ കണക്ക് അറേബ്യൻ രാജ്യങ്ങളിലെ ക്യാമൽ മീറ്റ് അത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ കൺട്രികളുടെയും ഓരോ ഡെലീഷ്യസ് ഫുഡും അവരുടെ ഡ്രിങ്കും. ഇപ്പോൾ ഫുഡ് ആൻഡ് ബിവറേജസ് ആണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബിവറേജ് എന്ന് പറയുന്നത് തെങ്ങും കള്ളാണ്. ഈ തെങ്ങും കള്ള് നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്ത് വരുന്നത്. ഇതിനൊരു ആൽക്കഹോൾ പരിവേഷം കൊടുത്ത് ഇങ്ങനെ മാറ്റി നിർത്തണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത് നാച്ചുറലി വരുന്നത് തേൻ പോലെ തന്നെ. തേനിന് മധുരമുണ്ട്. അത് ഇപ്പോൾ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ എഴുതി തള്ളാൻ പാടില്ലല്ലോ. ഇറ്റ്സ് എ നാച്ചുറൽ മെയ്ഡ് ഹണി, അത് നാച്ചുറലാണ്. അപ്പം ഇങ്ങനെ നാച്ചുറലി ഫെർമെൻറ്റ് ചെയ്ത് വരുന്ന ഈ പറയുന്ന ടോഡിയെ എങ്ങനായിരിക്കണം ഗവൺമെൻറ് ഷോക്കേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇറ്റ് ഷുഡ് ബി എ പ്രീമിയം. ഇവിടെ ആകെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യക്തിത്വത്തിൽ സംസാരിച്ച് പറഞ്ഞു, ഷെഫ് ഇതിനും വേണ്ടി ഇവിടെ പ്രൊഡക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതല്ലേ അതിൻ്റെ ബിസിനസ്. പ്രൊഡക്ഷൻ ഇല്ല, ലിമിറ്റഡാണ്. അപ്പോൾ താങ്കളുടെ ഒരു ഫ്രണ്ട് ഇപ്പം US എന്ന് പറഞ്ഞാൽ പറയും, വി ഹാവ് ഫാബുലസ് ടോഡി ആൻഡ് ഇറ്റ് വിൽ കോസ്റ്റ് യു ലൈക്ക് 2,000 to 3,000 ഫോർ എ ബോട്ടിൽ. അത്രയും പ്രീമിയമാണ് അല്ലേ? അത്രയും ഡെഫിഷ്യൻസി ഉണ്ട് ഈ മാർക്കറ്റിൽ. ഇങ്ങനെ അമൂല്യമായി കിട്ടുന്ന സാധനങ്ങൾക്ക് പോലും ഒരു മാർക്കറ്റ് വാല്യൂ ഇവിടെ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം അല്ലേ? ചിന്തിച്ചു നോക്കി. അപ്പം ഇത് തന്നെ താങ്കളിപ്പം കഴിഞ്ഞ 40 വർഷം അല്ലെങ്കിൽ 50 വർഷം കൊണ്ട് വളർന്ന് ഇവിടെ എത്തിയ ദുബായിൽ പോയാൽ അവർ പോലും പരമ്പരാഗതമായ കാര്യങ്ങളും പഴയ മ്യൂസിയമും ഒക്കെ അവിടെ ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യണം. ചൈനയിലൊക്കെ ചെന്നാൽ പിന്നെ പറയേ വേണ്ട. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയും അമൂല്യമായ ഒരു ഡ്രിങ്കാണ്, എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ ഡ്രിങ്കിന് ഒരു ആൽക്കഹോൾ പരിവേഷം കൊടുത്തോ, നോ പ്രോബ്ലം. പക്ഷേ ഒരു ലിമിറ്റഡ് എഡിഷൻ അല്ലേ? അപ്പോൾ ആ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഡ്രിങ്കിന് എന്തുമാത്രം വാല്യൂ കൊടുക്കണം, അതൊന്ന്. അപ്പോൾ ഇവിടുത്തെ കർഷകരുടെ ലൈഫ് കുറച്ചുകൂടെ ബെറ്റർ ആവും. ഞാൻ ഈ കൃഷിപ്പണിക്ക് പോയായിരുന്നു അവിടെ. അപ്പം നമ്മൾ ഓർഗാനിക്കായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന 1 കിലോ ഇല്ല 1 കൊലപ്പഴത്തിന് അവർ കിലോയ്ക്ക് 10 രൂപ ഇടുന്നത്. മാർക്കറ്റ് ആകുമ്പോൾ 20 രൂപ. അപ്പം ഞാനെപ്പോഴും ചിന്തിക്കുന്നത് ബേസിക്കലി നമ്മൾ ഫുഡിന്, അതും നല്ല റോയലായിട്ടുള്ള എലഗൻ്റായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് എക്സ്പെൻസീവ് ആവണ്ടേ? ആവണം. ഒരാൾക്ക് 2 ലക്ഷം രൂപയ്ക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കാമെങ്കിൽ അയാൾക്ക് നല്ല ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കരുതുക. വിഷരഹിത ആഹാരം കഴിക്കണം. വിഷരഹിത ആഹാരം എന്ന് പറഞ്ഞാൽ കഴുകി ഉണക്കിയ മുളക് പൊടി, ശ്രദ്ധിക്കുക, നല്ല ചക്കിലാട്ടിയ നാടൻ തേങ്ങയുടെ വെളിച്ചെണ്ണ, കഴുകി ഉണക്കിയ മല്ലിപ്പൊടി, കഴുകിയ മസാലപ്പൊടി, മരുന്നടിക്കാത്ത മീൻ, മരുന്നടിക്കാത്ത ഇറച്ചികൾ എല്ലാം കൊണ്ടുവന്ന് കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടെന്ന് കരുതുക. ഏത് റെസ്റ്റോറൻറ്റിൽ പോകും? അറിയില്ല. എവിടെ പോകണം? കം ടു ഷെഫ് നളൻ. അവിടെയാണ് നമ്മുടെ മാർക്കറ്റിംഗ്. സി ദാറ്റ് ഈസ് വാട്ട് ഐ എം ഡൂയിങ്. ഇപ്പോൾ പലരും വന്നിട്ട് പറയും, ഷെഫ് ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലോ, ഒരു പ്ലേറ്റ് ബീഫിനൊക്കെ 280 രൂപ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് ചോദിക്കും. ചുമ്മാ ചിന്തിച്ചു നോക്ക്. 1 കിലോ പോത്തിറച്ചിക്ക് 450 രൂപ 1 കിലോ. അത് പ്രഷർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളം പോയതിന് ശേഷം നമുക്ക് 800 ഗ്രാം കിട്ടും. ഒരു പ്ലേറ്റ് താങ്കൾക്ക് ഞാൻ 150 ഗ്രാം സെർവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കൊരു 6 പ്ലേറ്റ് സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 400 രൂപയ്ക്ക് 450 രൂപയ്ക്ക് വാങ്ങിച്ച ഇറച്ചിയുടെ വിലയിട്ട് ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പില, കാന്താരി, വെളിച്ചെണ്ണ, ഗ്യാസ്, ലേബർ കോസ്റ്റ്, ഇതെല്ലാം ഇട്ടിട്ട് എങ്ങനെ 100 രൂപയ്ക്ക് എനിക്ക് തരാൻ പറ്റും? ചിന്തിക്കണ്ടേ? ചിന്തിക്കണം. നേരെ മറിച്ച് ഞാനൊരു 50 രൂപയുടെ ബർഗർ ബൺ വാങ്ങിച്ച് ഒരു 100 ഗ്രാം ചിക്കൻ്റെ ഇറച്ചി എടുത്ത് ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നുമില്ലാണ്ട് 1-2 സ്പൂൺ ഓയിലിലോ ബട്ടറിലോ ഒന്ന് തിരിച്ചും മറിച്ചും ഗ്രില്ല് ചെയ്ത് മയോണൈസും കെച്ചപ്പും വെച്ച് താങ്കൾക്ക് വേണമെങ്കിൽ ഒരു ലെറ്റ്യൂസും വെച്ച് തന്നാൽ എനിക്ക് താങ്കളിൽ നിന്ന് 250 രൂപ വാങ്ങിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ആരാ ബിസിനസ് ചെയ്യുന്ന? അവരല്ലേ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ ഫുഡിന് ഒരു തൂശനില 5 രൂപ വില. ഓക്കെ, ഈ തൂശനിലയിൽ താങ്കളൊരു ഊണ് കഴിക്കുമ്പോൾ താങ്കൾ പ്രതീക്ഷിക്കുന്നത് മാക്സിമം 100 രൂപ.
പക്ഷേ താങ്കൾക്ക് സാമ്പാർ വേണം, എല്ലാം വേണം, എല്ലാം വേണം, വിഭവസമൃദ്ധമായ സദ്യ തന്നെ. അതൊരു തെറ്റല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെ ആ ഹോട്ടലുകാരെ പറ്റി ഒന്ന് ചിന്തിച്ച്. അപ്പോൾ അവരെന്താ ചെയ്യുക? വെട്ട് മലക്കറി, അല്ലെങ്കിൽ എക്സ്ട്രാ വന്ന മലക്കറി ഉള്ള എന്തെങ്കിലും ചെയ്യടേ കൊടുത്ത്. കാരണം അവർക്ക് ജീവിക്കണ്ടേ. ഞാൻ കുറ്റം പറയുന്നത്. അപ്പം നമ്മൾക്ക് നിങ്ങൾക്ക് നല്ലൊരു ട്യൂഷനിൽ നല്ലൊരു ഊണ് തരണമെങ്കിൽ മിനിമം ഒരു 200 രൂപയെങ്കിലും ചാർജ് ചെയ്യണം. ആ സാധനമാണ് വളരെ പരിതാപകരമായി 100 രൂപയ്ക്ക് ചവിട്ടി തേച്ച് നിങ്ങൾക്ക് തരുന്നത്. ഇനി ഒന്ന്, രണ്ടാമത്, ഈ 100 രൂപയ്ക്ക് ഇനി ഒരു 20 പേര് ഊണ് കഴിച്ചാലും അയാൾക്ക് 2000 രൂപ ഒരു ദിവസം കിട്ടുന്നു. 30 പേര് കഴിച്ചാലും 3000 രൂപയുള്ളൂ. എന്നിട്ടും അയാൾ ആ ഊണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് അയാളുടെ നിവൃത്തികേട് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ നേരെ മറിച്ച് സ്റ്റാൻഡർഡൈസ്ഡ് ഊണ് കിട്ടുന്ന ഒരു കട, അങ്ങനെയുള്ള ഷോപ്പുകളുണ്ട് വളരെ റെയറായിട്ട്. 200 രൂപ 250 രൂപ വെച്ചാൽ നല്ല നല്ല ചൂട് ചോറ്, പരിപ്പ്, ഇച്ചിരി നെയ്യ്, കുറച്ച് തൊടുകറികൾ, തൈരിനൊക്കെ എന്നാ വില അല്ലേ? അപ്പം നമുക്ക് ബൾക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും ഇതിന് ഗ്യാസ് എന്ന് പറയുന്നൊരു എക്സ്പെൻസ് ഉണ്ട്. ഈ അരി 3-4 പ്രാവശ്യം കഴുകണം, കഴുകിയിട്ട് വേണം ചോറ് വയ്ക്കാൻ. അപ്പം അതിന് വേണ്ട ഷെഫുമാരെ അപ്പോയിൻ്റ് ചെയ്യണം. ഒരു ഷെഫിന് ഏറ്റവും കുറഞ്ഞത് 35,000 സാലറിയാണ്, 30 to 35. പ്രീമിയം ഷെഫുമാർ 1,00,000 രൂപ വരെ വാങ്ങിക്കും. അപ്പോൾ ഇവർക്കെല്ലാം സാലറി കൊടുക്കണം. ഒരു ഷെഫിനെ മാത്രം വെച്ച് നടത്താൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സിസ്റ്റം ഇവിടെ ഇല്ല. പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മൾ പോയി ഒരു 10 ബംഗാളികളെ ജോലിക്കെടുക്കും. ഇവന്മാർ സ്ഥിരം ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഇവിടുന്ന് ശമ്പളം വാങ്ങിക്കും, മുങ്ങിക്കളയും. അപ്പോൾ ഒരു ഗതിയും പരഗതിയിലായിരിക്കും വേർത്തിരിക്കുന്നത്. അവൻ്റെ അടുത്ത് പറയും 4 പേര് വരുന്നുണ്ട്, വരട്ടെ എന്ന് പറയും. ഇവൻ 4 ദിവസം അവിടെ പണിയെടുക്കും, അവിടെ നിന്ന് മുങ്ങും. അപ്പോൾ അവൻ പിന്നെയും കഷ്ടപ്പാടിലായി അടുത്ത സ്ഥലത്തേക്ക് മാറി. നേരെ മറിച്ച് ഇവിടെ റിക്രൂട്ട് ചെയ്യുന്ന ബംഗാളികൾക്ക് ഒരു പോലീസ് റിപ്പോർട്ടും ഒരു നോ ഒബ്ജെക്ഷൻ ഇല്ലാണ്ട്, ഒരു ക്ലിയറൻസ് ഇല്ലാണ്ട് ജോലി കിട്ടത്തില്ല എന്ന് ഉറപ്പ് വന്നാൽ അവരെ പണിയെടുക്കുന്നിടത്ത് ക്ലിങ് ഓൺ ചെയ്ത് നിൽക്കും. അങ്ങനൊരു സിസ്റ്റം ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് മിക്ക റെസ്റ്റോറൻറ്റുകളും കൂടെ സഫർ ചെയ്യുന്നത്. ഒന്ന് മലയാളികളെ ജോലിക്ക് കിട്ടത്തില്ല, പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ബേസിക്കലി വഴിയിൽ ഒരു തട്ടുകട തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കൊരു 5,000 രൂപ 6,000 രൂപ ബിസിനസ് അടക്കും. എനിക്ക് റെൻറ്റ് കൊടുക്കണ്ട, ടാക്സ് അടയ്ക്കണ്ട, എനിക്ക് ഒരു പേപ്പറോ ഒന്നും വേണ്ട. ഞാൻ രാവിലെ ഒരു 1,500 രൂപയുടെ സാധനവും വാങ്ങിച്ചുകൊണ്ട് വന്നു വൈകുന്നേരം 5,000 രൂപയായിട്ട് വീട്ടിൽ പോകും. എക്സ്ക്യൂസ് മീ, ഒരു മാസം എനിക്ക് 60,000 രൂപ വരുമാനം. ഞാൻ എന്തിനാണ് ജോലിക്ക് പോകണ്ടേ? കൂടെ ഭാര്യയും നിർത്തും, മോനെയും നിർത്തും. വൈകുന്നേരം ഓപ്പൺ ചെയ്യുന്ന എല്ലാ പണിയും കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാവിലെ പെയിൻറ്റ് പണിക്ക് പോയിട്ടായിരിക്കും വൈകിട്ട് വന്ന് നടത്തുന്നത്. ഇതെല്ലാം ബേസിക്കലി എക്കോണമിക്കലി ഡാമേജിങ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രീമിയം ഹോട്ടലുകൾ സഫർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും എൻ്റെ അടുത്ത് പലരും ചോദിച്ച് അവിടെ തുടങ്ങിക്കൂടെ, ഇവിടെ തുടങ്ങിയിട്ട് ഞാൻ പറയാം, എൻ്റെ പൊന്നു സഹോദര, പട്ടി പ്രസവിക്കുന്ന ആൾക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങിയാൽ പണി കിട്ടും. നമ്മൾ ഒരെണ്ണം തുടങ്ങുക, ഒരു ആന പ്രസവിക്കുന്ന ആൾക്കായിരിക്കണം, അടിപൊളിയായിരിക്കണം, അല്ലേ, കിടിലമായിരിക്കും. അപ്പോൾ അതിന് വേണ്ട ആൾക്കാരുണ്ടാവണം. ആ ടെൻഷൻ മാത്രം എടുത്താൽ മതി. അത് നമ്മളുടെ അച്ചുതണ്ടിൽ നിന്ന് കറങ്ങണം. ആ ഫുഡ് കഴിക്കാൻ ആൾക്കാർ ലോങ് ചെയ്യണം. അങ്ങനെ തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഇല്ല. അതാണ് പ്രശ്നം. ഇപ്പൊ തുടങ്ങിയത് അടിപൊളിയായിട്ട് തന്നെ പോവാണ്. അല്ല, നമ്മൾ കഷ്ടപ്പെട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ആ ഫുഡിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യാത്തതുകൊണ്ട് നമ്മളെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത് എന്താണ്, ഞാൻ ഇതുവരെ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല, പക്ഷെ വെരി സൂൺ എനിക്ക് കഴിക്കാനുള്ള ഭാഗ്യം. വരണം. നമുക്ക് നല്ല തീയൽ ഇഷ്ടമാണ്. തീയൽ നല്ല വറുത്തരച്ച്, അത് എനിക്ക് നല്ല നാടൻ ഭക്ഷണം, നല്ല ചൂട്. അതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീയൽ ഇഷ്ടമാണ്. നല്ല ഉണക്കത്തേങ്ങയ്ക്കകത്ത് തീയലുണ്ടാക്കണം. അത് നല്ല വഴുതനങ്ങയും ഒക്കെ ഇട്ടിട്ട് ഉണക്കത്തേങ്ങ വറുത്തിട്ട് അരയ്ക്കുമ്പം വെള്ളം ചേർക്കാൻ പാടില്ല, അതിൻ്റെ എണ്ണ തെളി. അപ്പോൾ വറുത്ത തേങ്ങയ്ക്കകത്തുനിന്നൊരു ഫ്ലേവർ പുറത്തോട്ട് അടിക്കും, ഒരു ചമ്മന്തിപ്പൊടിയുടെയൊക്കെ, മനസ്സിലായത്? അത് നല്ല ചട്ടിക്കകത്തിട്ട് തിളപ്പിച്ച് പ്രോൺസും കൂടെ ഒക്കെ ഇട്ടാൽ വെക്കുന്നെങ്കിൽ പറയുക വേണ്ട. ആ ഒരു തീയലും ഒരു പിടി ചോറും മാത്രം മതി. വായിൽ വെള്ളം അല്ലേ? എന്തിനാ വെറുതെ ബീഫ്, ചിക്കൻ, ഇതൊക്കെ കേരളത്തിൻ്റെ ആൾക്കാരുടെ ഒരു റീസെൻ്റ്ലി ഉള്ളൊരു തെറ്റിദ്ധാരണ. കാരണം എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ ആഴ്ച ഒരിക്കൽ ചിക്കനും ബീഫൊക്കെ, നല്ല മത്തി ഇല്ലേ, നല്ല കൊഴുവ, ഇതിനെയൊക്കെ ആർക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും? മീനിന്റെ ആളാണ്, ശരിയല്ലേ? നമ്മൾ സീ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല കണവത്തോരൻ, നല്ല ചൂട് ചോറ്, അതിൻ്റെ അകത്ത് നല്ല തേങ്ങ അരച്ചിട്ട് മുരിങ്ങയ്ക്കയും മാങ്ങ ഇട്ടിട്ട് മീൻകറി വയ്ക്കും, അല്ലേ?
ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂലിരുന്ന് ഇങ്ങനെ ആവുന്ന. എന്തായാലും ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇത്രയും കേട്ടിട്ട് എനിക്ക് ഇനിയിപ്പം കഴിച്ചില്ലെങ്കിൽ പറ്റൂല. ഭക്ഷണം കഴിക്കാൻ നമ്മൾ പല ആൾക്കാർക്കും ട്രെയിനിങ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്, പല സ്റ്റുഡൻസിനെയും പഠിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം പ്രശ്നം ഇവരുടെ പാരൻസാണ്. കാരണം ഇവരുടെ പാരൻസ്, എൻ്റെ മോൻ 8 മണിക്കൂർ നിന്നു, എൻ്റെ മോൻ 10 മണിക്കൂർ നിന്നു, എൻ്റെ മോന് കാല് പൊട്ടി, ഒരു കാല് ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കും. ഇവിടെ നമ്മൾ ഉറക്കം ഒഴിഞ്ഞ് കഷ്ടപ്പെട്ട് ഓടിയും ചാടിയും കഴിഞ്ഞ 10-22 വർഷം കൊണ്ട് നേടിയെടുത്തത്. അല്ല ജോർജ് സാർ പറഞ്ഞു 22 വർഷമായി ബെൻസേ, പലർക്ക് വാരിക്കൊടുത്തും വെച്ചും വിളമ്പിയുമായി ഇവിടെ എത്തിയത്. അതൊരു 2 ദിവസം കൊണ്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ ചങ്കെങ്കിലും പറിച്ച് കൂടെ നിൽക്കണ്ടേ. ആ സമയത്ത് അച്ഛനും അമ്മയും വന്നിട്ട് അവർക്ക് വക്കീൽ പണി ചെയ്ത് ആ മക്കളൊന്നും ജീവിതത്തിൽ എങ്ങും എത്തത്ത പോലും ഇല്ല. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് ആ ബിഗ് വിഷൻ ഇല്ല. നേരെ മറിച്ച് ആ കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ചിട്ട് അവരത് മറന്നിരുന്നെങ്കിൽ അവരെവിടെയെങ്കിലുമൊക്കെ എത്തിയാണ്. കാരണം പാരൻസ് നോക്കുന്നത് ഇവരെ വിളിച്ചിട്ട് അമ്മ അച്ഛ, മനസ്സിലായില്ലേ? അപ്പം ഇവരുടെ സിറ്റുവേഷൻ ബേസിൽ അയ്യോ എൻ്റെ കുഞ്ഞ് സഫർ ചെയ്യുന്നത്, എൻ്റെ കുഞ്ഞിന് എനിക്ക് കിട്ടാത്ത എല്ലാം കൊടുക്കണം. എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നിങ്ങളിവിടെ എത്തിയത് നിങ്ങൾക്ക് കിട്ടാതിരുന്നത് കൊണ്ടാണ്. നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ പോലും ഇവിടെ എത്തത്തില്ലായിരുന്നു. അപ്പം നിങ്ങളെ മക്കൾക്ക് എല്ലാം നിങ്ങൾ എത്തിച്ചു കൊടുത്തെന്ന് വെച്ചോ, നിങ്ങളെ മക്കളെങ്ങും എത്തത്തില്ല. ഒരു ബിഗ്ഗസ്റ്റ് സേയിങ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ബർത്ത് happens from a wonderful pain. Even your birth happened when your mother suffered a big pain. You got my point? Any beautiful birth, even if it's a thought, even if it's a career, even if it is anything for that matter, you will suffer a big pain before that. If you are into that big pain, consider nature is giving you or getting you into a new life. അത് അക്സെപ്റ്റ് ചെയ്യാനും എംബ്രേസ് ചെയ്യാനും ഉള്ള വിൽ പവറും സ്ട്രെങ്ത്തും ഉള്ള പെണ്ണുമാണ് ഇന്ന് ലെജൻസാണ്. അപ്പോൾ ആരെടുത്താലും ഷാറൂഖ് ഖാൻ കെയിം വിത്ത് എ ട്രെയിൻ ടിക്കറ്റ് അല്ലേ, KR Narayan sir came from a poor family, Dr. Ambedkar came from a poor family, Steve Jobs, Bill Gates, you name anybody for that matter, even Alibaba or Jack Ma. So from that wonderful pain, so anybody for that matter, if you are ready to suffer, you will enjoy your life later. Yes. നല്ലൊരു മോട്ടിവേഷനും കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നരൻ ചേട്ടാ, ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരുപാട് സംസാരിക്കാൻ പറ്റി. ഫുഡ് ഞാൻ ഉടനെ കഴിക്കുന്നതായിരിക്കും. നല്ല സിനിമകൾ ഉണ്ടാവട്ടെ, നല്ല സിനിമ ഭാഗമാവാൻ എനിക്കും യോഗം ഉണ്ടാവട്ടെ. തീർച്ചയായും. അപ്പൊ സിനിമാ പ്രാന്തന്റെ ഭാഗമായി ഇവിടെ വന്നതിലും നമ്മുടെ കൂടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം. നമുക്ക് ഇനിയും കാണാം. ഒരു ഈ പറഞ്ഞ പോലെ വിഭവ സമൃദ്ധമായ ഒരു സദ്യയുടെ കൂടെ തന്നെ നമുക്ക് ഇനിയും കാണാം. മാത്രമല്ല എൻ്റെ പുതിയ കഞ്ഞിക്കട കൊച്ചിയിൽ വരുന്നുണ്ട്. ഒരു മെയിൻ സ്ട്രീമിലാണ് വരുന്നത്. ചെറിയൊരു ഷോപ്പാണ്. എപ്പോഴും നമ്മൾ ഈ പറയുന്ന ഭയങ്കര ആഡംബരമായ കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചെറിയൊരു കഞ്ഞി കമ്പനി വിത്ത് സ്നാക്സും നല്ല കുത്തരിച്ചോണ്ട കഞ്ഞിയും നമ്മളുടെ ധാന്യക്കൂട്ടിൻ്റെ കഞ്ഞിയും മുളപ്പിച്ച പയറും വിവിധ അച്ചാറുകളും ഒക്കെ ആയിട്ട് നിങ്ങളെ കൊച്ചിയിൽ ഉടൻ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ പണി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കാനൊരു ഭാഗ്യം ഉറപ്പായിട്ട് ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കാം. താങ്ക് യു സോ മച്ച്. എന്തായാലും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.